ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല ഭഗവാൻ. അമ്മാവനെ ഭയന്നിട്ട് വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് ശ്രീകൃഷ്ണനെ നന്ദനോദ്യാനത്തിൽ എത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുഞ്ഞിനെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ വേണ്ടി അവൾ വന്നു. പൂതന ഭഗവാൻ അവളെ മുല കുടിച്ചു കൊന്നതാണ്. മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ മുല കുടിച്ചു കൊന്നതാണ് ഭഗവാൻ. അതായത് ഹിന്ദുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പോർവിട്ടോടിയതല്ല. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു പോലും തന്നെ നിഗ്രഹിക്കുവാൻ വന്നിരിക്കുന്ന രാക്ഷസീയ ശക്തിയോട് കരുത്തോടുകൂടി പോരാടി ആ രാക്ഷസീയ കരുത്തിനെ നിഗ്രഹിച്ചു. മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട്. ആ ചക്രത്തിനൊരു പേരുണ്ട്, അതാണ് സുദർശന ചക്രം. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സകല മിസൈലുകളെയും ഡ്രോണുകളെയും ബോംബുകളെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ആ യുദ്ധോപകരണത്തിന് ഭാരതം കൊടുത്ത പേരെന്താ? സുദർശനം എന്നായിരുന്നു. 11 വ്യോമസേന താവളങ്ങളെ നിലംപരിശാക്കിയ മിസൈലിന് കൊടുത്ത പേരെന്താ? ബ്രഹ്മോസ് എന്നായിരുന്നു. എല്ലാം ദൈവത്തിന്റെ പേരിലാണ്. മിസൈലിനും ആയുധത്തിനും ദൈവത്തിന്റെ പേര് കൊടുക്കുമ്പോൾ അതിന്റെ ശക്തി ഇരട്ടിക്കുന്നു എന്നാണ് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. തീർന്നില്ല. 26 പേരെ കലിമ ചൊല്ലാൻ അറിയില്ല എന്ന കാരണം കൊണ്ട് വെടിവെച്ച് കൊന്ന ഭീകരന്മാരെ പിന്തുടർന്ന് നിഗ്രഹിക്കുവാൻ വേണ്ടി കൊടുത്ത ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മഹാദേവ് എന്നായിരുന്നു. ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ആ ഭഗവാന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ കുറിച്ച് ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ SFIക്കാർ പറയായിരുന്നു, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കും, യേശു മുഹമ്മദ് ഉണ്ടായിരുന്നോ? അതൊന്നും തൊട്ട് കളിക്കരുത്. പക്ഷെ രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. രാമായണവും മഹാഭാരതവും കെട്ടുകഥകളാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഹിന്ദുക്കൾ തന്നെയായിരുന്നു. ഹിന്ദുക്കളായിട്ടുള്ള പല ഇസങ്ങളിൽ പെട്ടുപോയ അവർ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന്. MD വാസുദേവൻ നായർ, നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. മലയാള ഭാഷയിൽ അതിശുദ്ധമായ ഭാഷാ ചൈതന്യത്തെ വിളമ്പിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ടായിരുന്നു, നിർമാല്യം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ കേന്ദ്ര കഥാപാത്രം ഒരു വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാട് ഒരുപാട് കാലം ദൈവത്തെ ഭഗവതിയെ ഇങ്ങനെ ആരാധിച്ചു. വെളിച്ചപ്പാടിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. വെളിച്ചപ്പാടിന്റെ ഒരു പ്രശ്നങ്ങൾക്കും ഭഗവതി പരിഹാരം കാണിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്തേക്ക് കാറിത്തുപ്പിയിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ഹിന്ദുവിന്റെ ദൈവങ്ങൾ കല്ലുകളാണ്, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളാണെന്ന പാട്ടുകൾ KPACയുടെ നാടകങ്ങളിലൂടെ നമ്മുടെ എല്ലാം കാതുകളിൽ മുഴങ്ങി. അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന മുദ്രാവാക്യം കേരളം ഒട്ടാകെ അലയൊലിയുണ്ടാക്കി. അങ്ങനെ ഹിന്ദുക്കൾ പതുക്കെ പതുക്കെ വിശ്വാസത്തെ ഉപേക്ഷിച്ചു. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ കാട് കയറി മുടിയാൻ തുടങ്ങി. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് ഹിന്ദു വിശ്വസിച്ചു. ഒരു ക്ഷേത്രം നമ്മുടെ കൺമുന്നിൽ വെച്ച് ദുരിതക്കയത്തിൽ പെട്ടുപോയാൽ 7 തലമുറ അതിന്റെ പാപം അനുഭവിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കാരണം ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടാൽ 7 തലമുറ അതിന്റെ പുണ്യവും നമുക്കുണ്ടാകും എന്നതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, അങ്ങനെ 7 തലമുറ. നമ്മൾ കാരണം ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടാൽ 7 തലമുറ അതിന്റെ പുണ്യം. നമ്മുടെ കൺമുന്നിൽ ഒരു ക്ഷേത്രം മുടിഞ്ഞു പോയാൽ 7 തലമുറ അതിന്റെ പാപം ഉണ്ടാവും. ഹിന്ദുക്കൾക്ക് ഒരുപാട് പാപം വന്നു. 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ ആ പടപ്പാട്ടുകളും വിപ്ലവ കഥകളും കവിതകളും മുദ്രാവാക്യങ്ങളും എല്ലാം ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റി. ദുരിതക്കയത്തിൽ പെട്ടുപോയ ഹിന്ദു തിരിച്ചറിഞ്ഞു, എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട്.
അങ്ങനെയാണ് കാട് പിടിച്ച ക്ഷേത്രങ്ങൾ ഓരോന്നോരോന്നവൻ ചെത്തി വൃത്തിയാക്കി ക്ഷേത്രത്തിൽ തിരിതെളിച്ചു. വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചപ്പോൾ അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് വിളിച്ചു പറഞ്ഞവർക്ക് ഇന്ന് അയ്യപ്പ സംഗമം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ വിഷയം. ഞങ്ങളുടെ എല്ലാ നാട്ടിൽ ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട ഒരാളെ 40 കൊല്ലം മുമ്പ് പാർട്ടി മെമ്പറായ വിശ്വാസിയെ പിടിച്ചു നിർത്തി മാല പൊട്ടിച്ച് ആട്ടിന്റെ കാഷ്ടം കൊണ്ട് മാല ഉണ്ടാക്കി കഴുത്തിലിട്ട് കൊടുത്തു. ആട്ടിന്റെ കാഷ്ടം നമ്മുടെ മണികൾ പോലെ അറിയില്ലേ? അങ്ങനെയുള്ള ക്രൂരതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അയ്യപ്പ സംഗമം നടക്കുമ്പോൾ നമ്മളത് വിയോജിക്കുന്നു. അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. പക്ഷെ അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്ന വികാരം എന്താണ്? അയ്യപ്പനെ അകറ്റി നിർത്തിയാൽ, അയ്യപ്പന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്താൽ ഞങ്ങളുടെ പാർട്ടിയെ ബാക്കി ഉണ്ടാവില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കനകദുർഗയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ബിന്ദു അമ്മണി ഇപ്പോഴും സജീവമായിട്ട് ലൈവായിട്ടുണ്ട്. കനകദുർഗയെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? മലപ്പുറം ജില്ലക്കാരിയാണ്. വീട്ടിൽ പോരുമ്പോൾ പറഞ്ഞിരുന്നു അയ്യപ്പനെ കാണാൻ പോവുകയാണോ എങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒത്തിരി അയ്യപ്പന്റെ അമ്പലമുണ്ട്, പോയിട്ട് കണ്ടോളൂ. അതൊന്നും കാണണ്ട, എനിക്ക് അയ്യപ്പനിൽ വിശ്വാസമില്ല. അയ്യപ്പനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ കനകദുർഗയെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടത് എവിടെയാ? നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം. 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള ഈ ഭാരതത്തിലെ ഒരൊറ്റ ശബരിമലയിൽ മാത്രമാണ് യുവതികളോട് കയറേണ്ട, ചെല്ലേണ്ട എന്ന് ഹിന്ദുക്കൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരുപോലെയാണ്. ഹിന്ദുക്കൾ റെഡിയാണ്. ഒരൊറ്റ ഹിന്ദു സ്ത്രീ, പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലെ ഹിന്ദു സ്ത്രീ, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഹിന്ദു സ്ത്രീ, അദ്ദേഹത്തിന്റെ മകൾ യുവതി മലക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞതാരാ? രഹന ഫാത്തിമയ. ഹിന്ദുവാ? നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലക്കുളത്തിൽ ആരോ കാല് കഴിയില്ലേ? കാല് കഴുകിയാൽ എന്താ കുഴപ്പം? ഒരു മുസ്ലിം സ്ത്രീ കാല് കഴുകിയാൽ അമ്പലക്കുളം മൊത്തം അശുദ്ധമാവുമോ? ചോദ്യങ്ങൾ പലതും വരുമ്പോൾ ഹിന്ദുക്കളിൽ 2 പക്ഷം ഉണ്ടാവും. കഴുകിയതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ചില പ്രഭാഷകന്മാർ തന്നെ ഉണ്ട്. നമ്മുടെ സുരേഷ് ബാബുവിനെ പോലെയുള്ള ആളുകൾ കണ്ണൂരിലെ, അദ്ദേഹം കുറച്ചുകൂടി ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്. തന്ത്രിയുടെ കാലിനേക്കാൾ സൗന്ദര്യമുണ്ട് ആരുടെ കാല്? ഈ റീലിന് വേണ്ടിയിട്ട് അമ്പലക്കുളത്തിൽ കാല് കഴുകിയ മുസ്ലിം സ്ത്രീയുടെ കാല്. ഇത് മുസ്ലിം സ്ത്രീയുടെ കാലോ ഹിന്ദു സ്ത്രീയുടെ കാലോ എന്നല്ല വിശ്വാസം, ഇത് വിശ്വാസിയുടെ കാലായിരിക്കും. നമ്മൾ വീട് പണിതു, വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പണിതു. ആ സ്വിമ്മിംഗ് പൂളിൽ നാട്ടുകാർ മൊത്തം വന്ന് വിളിക്കുവോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പണിത വീട്ടിന്റെ ഉള്ളിലെ സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് വേണ്ടി പണിതതാണ്. നിങ്ങൾ വീട് കെട്ടുവാൻ വേണ്ടി ഒരുപാട് ബംഗാളികളെ പണിക്ക് വിളിച്ചിട്ടുണ്ട്. വീടിന്റെ ഗൃഹപ്രവേശ കർമ്മം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ്റൂമിലെ ശൗചാലയത്തിൽ വന്ന് ബംഗാളിക്ക് മൂത്രയിക്കാൻ പറ്റുമോ? പറ്റില്ല. വീട് കെട്ടുന്നത് വരെ അത് പലരും വേണം. വീട് കെട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടേതാണ്. അവിടെ കോലായിൽ ആര് വരണം, അകത്താര് വരണം, അടുക്കളയിലേക്ക് ഒരാളും തള്ളി കയറി വരുന്നത് പലപ്പോഴും അമ്മമാർക്ക് ഇഷ്ടമാവില്ല, അല്ലേ? ആര് എവിടെ വരണമെന്ന് തീരുമാനിക്കുന്നത് ആ ഗൃഹനാഥൻ എന്നതുപോലെ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന ഭക്തന് കാല് കഴുകുവാനുള്ള ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിൽ അവിശ്വാസികളായ ഗുരുവായൂരപ്പൻ വിശ്വസിക്കാത്ത ഒരാളും ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഇപ്പൊ എന്താ കുഴപ്പം? ഗുരുവായൂരപ്പന്റെ പണം കൊണ്ട് കെട്ടിയ ഗുരുവായൂരിലെ ക്ഷേത്രക്കുളത്തിൽ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ലാത്തവൻ എന്തിനാണ് കാല് കഴുകുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി കാല് കഴുകുന്നത് ഇവിടെ. അദ്ദേഹം പറഞ്ഞത് ആ വട്ടത്ത് കാണുന്നവന്റെ പേരാണോ കൃഷ്ണനാണ്. ആർക്കുള്ളതാണ് ക്ഷേത്രം? വിശ്വാസിക്കുള്ളതാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന നമ്മൾ ഗുരുവായൂർ വിവാദത്തിന്റെ പിന്നാലെ പോകുന്നു, അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്? 3 ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കണം. ആരാണ് വിളിക്കുന്നത്? ആരെയാണ് വിളിക്കുന്നത്? എന്തിനാണ് വിളിക്കുന്നത്? ഈ വിളിച്ചു ചേർക്കുന്ന ഒരാൾ പോലും വിശ്വാസിയല്ല. 2018 ആഗസ്റ്റ് മാസം നല്ല വെള്ളപ്പൊക്കമായിരുന്നു. ഈ സമയത്ത് കന്നിസ്വാമിമാർക്ക് ശബരിമലയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അയ്യപ്പന്റെ കല്യാണം കഴിപ്പിച്ച സ്വരാജാണ് വിളിക്കുന്നത്. അയ്യപ്പൻ ആരെ കല്യാണം കഴിച്ചു? മാളികപ്പുറത്ത് അമ്മയെ കല്യാണം കഴിച്ചു. നോക്കൂ, തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയ സ്ത്രീത്വത്തെ മാതൃഭാവത്തിലേക്ക് ഉയർത്തി പ്രതിഷ്ഠ നടത്തിച്ചു. അവിടെ വിവേകാനന്ദ സ്വാമികൾ
ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം ലോക പ്രശസ്തനായിട്ട് ബ്രിട്ടനിൽ ചെന്ന സമയത്ത് അതിസുന്ദരിയായ ഒരു യുവതി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അങ്ങയെ പോലെ ഒരു കുഞ്ഞിനെ വേണം, അങ്ങയെ പോലെയുള്ള ഒരു മകൻ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരർത്ഥത്തിലാണ് യുവതി പറഞ്ഞത്. ഉടനടി വിവേകാനന്ദ സ്വാമികൾ ആ സ്ത്രീയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അമ്മേ എന്നെ മകനായി സ്വീകരിക്കൂ എന്ന്. ഇതുപോലെ തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയ സ്ത്രീയിലെ മാതൃഭാവത്തെ ഉയർത്തി മാളികപ്പുറത്തമ്മയായി പ്രതിഷ്ഠിച്ച ആ അമ്മയെ അയ്യപ്പൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞവരാണ് എന്ത് വിളിക്കുന്നത്? അയ്യപ്പ സംഗമം വിളിക്കുന്നത്. പിന്നെ അന്നത്തെ ഭരണകൂടം നമ്മൾ എത്രമാത്രം അവഹേളിച്ചു എന്നൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അല്ലേ, യൂട്യൂബിലൊക്കെ കാണുന്നതാണ്. ആരെയാണ് വിളിക്കുന്നത്? ശബരിമലയിൽ പോകുമ്പോൾ 5 വിശ്വാസങ്ങൾ നിർബന്ധം. അയ്യപ്പനിൽ വിശ്വസിക്കണം. അയ്യപ്പനിൽ വിശ്വസിക്കണമെങ്കിൽ ആദ്യം ആരിൽ വിശ്വസിക്കണം? ഒന്നാമത്തെ വിശ്വാസം പരമേശ്വരിൽ വിശ്വസിക്കണം. 2 മഹാവിഷ്ണുവിൽ വിശ്വസിക്കണം. 3 ഈ 2 ശക്തി ചൈതന്യത്തിൽ നിന്നും മണികണ്ഠൻ ഭൂജാതനായെന്ന് വിശ്വസിക്കണം. 4 പന്തള രാജാവിന്റെ മകനായി വളർത്തപ്പെട്ട അയ്യപ്പന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് ശബരിമല എന്ന് വിശ്വസിക്കണം. 5ാമത്തേത് പരമപ്രധാനമാണ്, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് വിശ്വസിക്കണം. ഈ 5 വിശ്വാസങ്ങൾ ഇല്ലാത്ത ഒരുത്തനും പോയി നിരങ്ങേണ്ട സ്ഥലമല്ല ശബരിമല. ഈ 5 വിശ്വാസങ്ങളെ ആര് മുറുകെ പിടിക്കുന്നുവോ, ഇസ്ലാം മതത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെന്നത് കമ്പൽസറിയാണ്, നിയമമാണ്, നിർബന്ധമാണ്. പോയില്ലെങ്കിൽ ചോദ്യം വരും. ഞായറാഴ്ച ചർച്ചിൽ പോകണമെന്ന് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നിർബന്ധമാണ്. എന്നാൽ വ്യാഴാഴ്ച അമ്പലത്തിൽ പോകണമെന്ന് ഹിന്ദുക്കൾക്ക് ഒരു നിർബന്ധവുമില്ല. അമ്പലത്തിൽ പോകുന്ന ഹിന്ദു അമ്പലത്തിൽ ശാന്തിക്കാരനെ പേടിച്ചിട്ട് പോകുന്നതല്ല. ആഴ്ചയിൽ അമ്പലത്തിൽ പോകുന്നവരുണ്ട്, ഇപ്പൊ അമ്മമാരൊക്കെ ഡെയിലി പോകുന്നവരുണ്ട്, ആഴ്ചയിൽ പോകുന്നവരുണ്ട്, ബർത്ത്ഡേ അന്ന് രാവിലെ പോകുന്നവരുണ്ട് അല്ലേ, കല്യാണത്തിന്റെ അന്ന് വീഡിയോക്കാരനെയും കൂട്ടി പോകുന്നവരുണ്ട്. ഇനി വമ്പിച്ച വെടിമരുന്ന് പ്രയോഗം നടക്കുമ്പോൾ മാത്രം അമ്പലത്തിൽ വരുന്നവരുണ്ട്. ഇവരെല്ലാം നമുക്ക് ഹിന്ദുവാണ്. ആരെയും നമ്മൾ അകറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് അടുത്ത പോലെ നാമജപം മാത്രം വെച്ചാൽ എത്ര പേരുണ്ടാവും? 100-150 പേരുണ്ടാവും. പക്ഷെ തൃശ്ശൂർ പൂരത്തിന് 1.5 കോടി രൂപയുടെ വെടിമരുന്ന് പ്രയോഗവും 19 ആനകളും അമ്പാരിയും എല്ലാം ചേർന്നാൽ 2-3 ലക്ഷം ഹിന്ദുക്കൾ, ആനയുടെ കാലിന്റെ ചുവട്ടിൽ പോലും ഹിന്ദുക്കൾ ഉണ്ടാവും. എല്ലാ ടൈപ്പ് ഹിന്ദുക്കളെയും ഉൾക്കൊള്ളുവാൻ കഴിയും. മതം നമുക്ക് നിർബന്ധമല്ല, മതം നമുക്കൊട്ട് ഭാരവുമല്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മതത്തെ ഭയമില്ല, മതത്തെ ഭയപ്പെടാനും പാടില്ല. മതത്തെ ആദരിക്കണം. ഭയപ്പെടുന്നതിനെ നമ്മൾ അകറ്റി നിർത്തും. പേപ്പട്ടിയെ നമുക്ക് ഭയമാണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ പേപ്പട്ടിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുമോ? ഇല്ല. ഭയക്കുന്നതിനെല്ലാം നമ്മൾ അകറ്റി നിർത്തും. സ്നേഹിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്വന്തമാക്കും. പക്ഷെ ആരാധിക്കുന്നതിനെ നമ്മൾ സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ക്ഷേത്രത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഭഗവതിയുടെ തിരുവാഭരണം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല. കാരണം അത് നമ്മൾ ആരാധിക്കുന്നതിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിനെയും നമ്മൾ അമ്മയുടെ ഭാവത്തിൽ കരുതുന്നത്. വെള്ളം കിട്ടാത്തൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാമാതാവ് എന്ന് വിളിച്ചു. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു കരയായി ഭാരതം കണ്ടില്ല. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ പുത്രനാണെന്ന് പഠിപ്പിച്ചു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ഭാരതം പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി, ഗോമാത. അപ്പോഴാണ് ചിദാനന്ദപുരി സ്വാമികളോട് കണ്ണൂരിൽ വെച്ച് ഒരു ബിരുദം ചോദിച്ചു സ്വാമിജി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സ്വാമി പറഞ്ഞു, അറിയാമെന്ന് പറയാം, ചോദിച്ചോളൂ. ഈ ഹിന്ദുക്കളുടെ അമ്മ പശുവാണെങ്കിൽ അച്ഛൻ മൂരിയാണോ? ഇതായിരുന്നു ചോദ്യം. ചോദ്യങ്ങൾ 4 തരം. അറിയാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി, അളക്കാൻ വേണ്ടി, ആക്കാൻ വേണ്ടി. ഇതാക്കാൻ വേണ്ടിയുള്ള 4ാമത്തെ ചോദ്യമായിരുന്നു. അതിനെന്താ മറുപടി? ഷഡനോട് ഷാഢ്യാണ്. സ്വാമിജി എടുത്തതിന് ഉത്തരം പറഞ്ഞു, മൂരിക്ക് കുട്ടിയുണ്ടാവില്ലെന്ന് അറിയാത്ത മൂരിയായി പോലുള്ള താനും. ഈ മൂരിക്ക് കുട്ടിയുണ്ടാവില്ല. കാളയുടെ പ്രത്യുൽപാദന ശേഷി തകർത്തിട്ടാണ് ഇതിനെ മൂരിയാക്കുക. കാളയാണോ ഹിന്ദുവിന്റെ അച്ഛൻ എന്ന് വെച്ചാൽ നമ്മൾ അഭിമാനത്തോട് പറയണം, കാളയാണ് ഞങ്ങളുടെ അച്ഛൻ. എന്താ? പരമേശ്വരന്റെ വാഹനമാണ് കാള. കാളയുടെ 4 കാലുകൾ ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പരമേശ്വരനെ വഹിക്കുന്ന ധർമ്മമാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം? പോലീസ് പിടിക്കുമോ? ഒരു കുഴപ്പമില്ല.
അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാൽ പശുവിൻ്റെതായതുകൊണ്ട് മോരും പാലും തൈരും നെയ്യും വെണ്ണയുമായി നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സാധുമൃഗമായതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രത്തിനുള്ളിൽ അശുദ്ധി നടന്നാൽ ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ജീവിയുടെ വിസർജ്യ. അങ്ങനെയല്ല, അമ്പലത്തിൽ അശുദ്ധി ഉണ്ടായാൽ എന്ത് ഉപയോഗിച്ചിട്ടാ ശുദ്ധീകരിക്കുക? ചാണക വെള്ളം തളിച്ചിട്ടാണ് ശുദ്ധീകരിക്കുക. ചാണകം എന്ന പശുവിന്റെ വിസർജ്യമാണ്. കാർഷിക രാജ്യമായ ഭാരതത്തിന്റെ നട്ടെല്ലാണ് ചാണകവും ഗോമൂത്രവും. എക്കാലത്തും മനുഷ്യ സമൂഹത്തിനൊപ്പമാണ് പശു വളർന്നത്. കാട്ടുപന്നിയുണ്ട്, നാട്ടുപന്നിയുണ്ട്. കാട്ടുപോത്തുണ്ട്, നാട്ടുപോത്തുണ്ട്. കാട്ടുകോഴിയുണ്ട്, നാട്ടുകോഴിയുണ്ട്. നിങ്ങൾ കാട്ടുപശുവിനെ കാണിച്ചിരുമോ? കാട്ടുപശു ഇല്ല. പശു എന്നും മനുഷ്യനൊപ്പം വളർന്നു. അതുകൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ട ആ ജീവിയെ, ആ മൃഗത്തെ നമ്മൾ അമ്മയായി കണ്ടപ്പോ നമ്മുടെ പാലക്കാട്, ഞങ്ങളുടെ കോഴിക്കോട്, നാദാപുരത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾക്ക് നിർബന്ധം ഇതിനെ കൊന്ന ബിരിയാണി മാത്രമേ പറ്റുള്ളൂ. ബീഫ് ഫെസ്റ്റുകൾ നന്ദികേടിന്റെ പ്രതീകം കൂടിയാണ് മലയാളികളായ കുറച്ചാളുകൾ. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ആ സാധു മൃഗത്തിന് നമ്മൾ അമ്മയുടെ സ്ഥാനം നൽകി. ഇത് പശുവിനറിയോ? പശുവിനറിയില്ല. നിങ്ങൾ ആലയിൽ പോയിട്ട് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കൂ, പശു ഒരു തൊഴി വെച്ചിരും. ഇത് പശുവിനറിയില്ല. പക്ഷെ നമ്മൾ പശുവില്ല. സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും നമ്മൾ അമ്മയായി കണ്ടു. ഭാരതത്തെ അമ്മയായി കണ്ടപ്പോ ശിവൻകുട്ടി പറയാണ്, ഏതോ ഒരു പെണ്ണുങ്ങൾ ഏതോ ഒരു സാരി ഉടുത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണോ ഭാരതമാതാവ്? നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നമുക്ക് ക്ഷമിക്കാം, അറിവില്ലായ്മ ഒരു തെറ്റല്ലാത്തത് കൊണ്ട്. ഏതോ സ്ത്രീ വസ്ത്രമെടുത്തു നിന്നാണോ ഭാരതമാതാവ്? അല്ല. രാഷ്ട്രത്തെ അമ്മയായി കണ്ടു നമ്മൾ. സിംഹവാഹികയായ അമ്മയുടെ രൂപത്തിൽ ഭാരതമാതാവിനെ പ്രതിഷ്ഠിച്ച് ഭാരതമാതാവിന്റെ കയ്യിൽ കണ്ട കൊടി ഇവരുടെ എല്ലാം സമനിലയെത്തിയിരിക്കുന്നു. കാവിക്കൊടി RSSന്റേതാണെന്ന് പറയുന്നു. അങ്ങനെയാണോ? അങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമി RSS. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരനെടുത്ത വസ്ത്രത്തിന്റെ നിറം കാവി. വസിഷ്ഠനും ദുർവാസാവും ഗൗതമനും എല്ലാം ധരിച്ച വസ്ത്രത്തിന്റെ നിറം കാവി. സപ്തർഷികൾ ധരിച്ച വസ്ത്രത്തിന്റെ നിറം കാവി. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളിലും പാറിക്കളിക്കുന്ന ഭഗവത് ധ്വജത്തിന്റെ നിറം കാവി. കറുപ്പ് ദുഃഖം, ചുവപ്പ് അപകടമാണ്, വെള്ള സമാധാനമാണ്. കാവി എന്ന ത്യാഗം. എല്ലാം ഉണ്ടായിരുന്നിട്ടും എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായി മാറിയ കാവി. ആ മഹാത്യാഗത്തിന്റെ പ്രതീകമായ കാവി വൈജയന്തിയെ കയ്യിലേന്തിയ ഭാരതമാതാവിനെ കാണുമ്പോൾ ഏതോ പെണ്ണുങ്ങൾ ഏതോ സാരി ഉടുത്തു വന്നു എന്ന് പറയുന്ന ഒരൊറ്റ നാട് ഏതായിരിക്കും? കേരളം മാത്രം. അതുകൊണ്ട് നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. മലയാളികളാണ് നമ്മൾ. നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. അവിടെയാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ, ഈ 2025 ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്താണ്? എന്താണ് ഭഗവത്ഗീത നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈ വിഷയമാണ് നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 42 ലക്ഷം ആളുകൾ യുദ്ധത്തിന് തയ്യാറായി പൊരി വെയിലത്തെത്തി. ഇന്നത്തെ ഹരിയാനയിലാണ് കുരുക്ഷേത്രം. 64 യോജന, 640 കിലോമീറ്റർ നീളവും വീതിയും ഉണ്ടെന്നാണ് പറയുന്നത്. 42 ലക്ഷം ആളുകൾ തമ്മിലുള്ള ഫൈറ്റിംഗ്. 7 അക്ഷോണിപ്പട പാണ്ഡവ പക്ഷത്ത്, 11 കൗരവ പക്ഷത്ത്. 18 എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മഹാഭാരതത്തിൽ 18 പർവം, 18 ദിവസത്തെ യുദ്ധം, 18 അക്ഷോണിപ്പടകൾ. ഭഗവത്ഗീതയിൽ 18 അധ്യായം. അങ്ങനെ 18 എന്തോ ബന്ധമുണ്ട്. ആ 18 അക്ഷോണിപ്പടകൾ യുദ്ധഭൂമിയിൽ തയ്യാറായി നിൽക്കുമ്പോൾ ആ യുദ്ധത്തിൽ പാണ്ഡവ പക്ഷത്ത് 2 പേരാണ് വിജയപ്രതീക്ഷ. ഒന്ന് അർജുനൻ, മറ്റൊന്ന് ഭീമൻ. കൗരവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ 3 പേരിലാണ്: കർണൻ, ഭീഷ്മര്, ദ്രോണൻ. അങ്ങനെ പാണ്ഡവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ അർജുനാണെങ്കിലും അവരെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ ആളെയാണ്. അതാരാണ്? അർജുനന്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ അർജുനൻ എന്തും ചെയ്യും. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ അർജുനൻ വിജയിക്കും. ഭഗവാൻ കൂടെയുള്ളതാണ് നമ്മുടെ എല്ലാം വിജയം. ഭഗവാൻ കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് ഗുരുവായൂരിൽ എന്തൊരു തിരക്കാ. എല്ലാ മലയാള മാസവും 1-ാം തീയതി മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന് നിർബന്ധം ഉണ്ടായിരുന്നു,
1-ാം തീയതി എവിടെയാണ്? ഗുരുവായൂരിലാണ്. ഗുരുവായൂരപ്പനെ കാണാത്ത ഒരു മലയാള മാസം 1-ാം തീയതി ശ്രീ കെ കരുണാകരന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ ശക്തി ചൈതന്യമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച ആ ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല എന്ന് നമ്മെ പഠിപ്പിച്ചതാണ് ഭഗവത്ഗീത. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നു ചേർന്നപ്പോൾ ആ യുദ്ധത്തിന്റെ വിജയപ്രതീക്ഷയായ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ദുഷ്ടബുദ്ധിയായ ദുര്യോധന്റെ വിജയം ആഗ്രഹിച്ച് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവന്മാരെ എനിക്കൊന്നു കാണണം. അതുകൊണ്ട് സേനയോരുഭയോർ മധ്യേ, ഇരു സൈന്യത്തിന്റെയും മധ്യത്തിലായിട്ട് എന്റെ രഥത്തെ സ്ഥാപിക്കൂ അച്യുത. ഭഗവാൻ ഒരു കള്ളച്ചിരി ചിരിച്ചു, രഥം എടുത്തു, ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തി. കിലോമീറ്റർ 640ഓളം കിലോമീറ്റർ നീളവും വീതിയുമുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഭഗവാന് തേര് നിർത്താം. പക്ഷെ ആരെ കണ്ടാലാണോ അർജുനന്റെ മനസ്സ് ഇളകിപ്പോകുന്നത്, ആരെയാണോ അർജുനനെ ഒത്തിരി സ്നേഹിക്കുന്നത്, ആരാണോ അർജുനനെ ഒത്തിരി സ്നേഹിക്കുന്നത്, അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഭഗവാൻ പറഞ്ഞു, നീ നിന്റെ കുടുംബക്കാരെ കണ്ടോ മോനെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അർജുനൻ പറയുന്നത്, ദൃഷ്ടേമം സ്വജനം കൃഷ്ണ, ഞാൻ എന്റെ ബന്ധുജനങ്ങളെ കാണുന്നുവല്ലോ ഭഗവാനെ. എന്റെ പിതാമഹൻ, എന്റെ ഗുരുനാഥൻ, എന്റെ 100 കസിൻ ബ്രദേഴ്സ്, എന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ 100 മക്കൾ, എന്റെ അമ്മാവന്മാര്, ചിറ്റപ്പന്മാര്, മൊത്തം ബന്ധുക്കളാണല്ലോ. ഇവരെ കൊല്ലാനാണോ ഞാൻ വന്നത്? ഇവരോടാണോ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടത്? ഇവരെ കൊന്നിട്ട് എനിക്ക് രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം? അർജുനൻ ഇങ്ങനെ ചിന്തിച്ചത് തെറ്റാണോ ശരിയാണോ? അർജുനൻ പറഞ്ഞു ഞാൻ കൊല്ലില്ല. കൃഷ്ണൻ പറഞ്ഞു കൊല്ലടാ കൊല്ലടാ. കൊല്ലില്ല എന്ന് പറഞ്ഞ ആളെ കൊണ്ട് കൊല്ലടാ എന്ന് പറഞ്ഞതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് കുട്ടികൾ ഇത് പഠിക്കരുത്, ഭീകരന്മാരാവും എന്ന് പറഞ്ഞത് മറ്റൊരു നേതാവാണ്. അർജുനൻ എന്ത് പറഞ്ഞു? ഇതെന്റെ ബന്ധുമിത്രാദികളാണ്, എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇവർ വിവരമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് യുദ്ധത്തിന് വന്നിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ വലിയ ബുദ്ധിജീവികളായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഇവരുമായിട്ട് യുദ്ധത്തിലില്ല. അതുകൊണ്ട് ഇവരെ ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പോയിട്ട് ഒരസ്ത്രം പോലും ഞാൻ ഇവർക്ക് നേരെ അയക്കില്ല. എന്നിട്ട് അർജുനൻ പറയുന്ന ന്യായവാദങ്ങൾ വളരെ മനോഹരമാണ്. നിങ്ങൾ ഭഗവത്ഗീത വായിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് അർജുന വിഷാദ യോഗം വായിക്കുക, 1-ാമത്തെ അധ്യായം. സത്യത്തിൽ ആദ്യം ശംഖ് മുടക്കിയത് ആരാ? യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ ശംഖ് മുഴക്കിയ ഉടനെ ശ്രീകൃഷ്ണന് പിന്നെ ഒട്ടും എന്തുണ്ടാവില്ല, കോംപ്രമൈസ് ഒന്നും ഉണ്ടാവില്ല. ഭഗവാൻ അപ്പോ ശംഖെടുത്തു. പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയ. കൃഷ്ണൻ മുഴക്കുന്നത് കണ്ട പിന്നെ അർജുനൻ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ അർജുനൻ പാഞ്ചജന്യം എന്ന ശംഖ് കൃഷ്ണൻ മുഴക്കിയപ്പോൾ ദേവദത്തം എന്ന ശംഖ് അർജുനൻ മുഴക്കി. അതായത് പിതാമഹ, നിങ്ങൾ ഒരു യുദ്ധത്തിനാണ് വന്നെങ്കിൽ ഞങ്ങൾ 2 യുദ്ധത്തിന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്നാണ് ഇതിന്റെ അർത്ഥം. റെഡി ടു ഫൈറ്റ്, ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് യുദ്ധഭൂമിക്ക് മധ്യത്തിൽ കൊണ്ടുപോയിട്ട് ബന്ധുമിത്രാദികളെ കാണിച്ചു കൊടുത്തപ്പോൾ അർജുനന്റെ ഈ പറയുന്ന ഭാവം ഉണ്ടാകുന്നത്. അങ്ങനെ അർജുനൻ പറയുന്ന ന്യായവാദങ്ങൾ വളരെ രസകരമാണ്. സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപദുശ്ച ശരീരേ മേ രോമഹർഷം ച ജായതി. തൊണ്ട വരണ്ടു പോകുന്നു, ശരീരം ടോട്ടലി തളർന്നു പോവുകയാണ്. എന്നിട്ട് പറയാ, ഗാന്ധീവം ശ്രം സദേഹസ്ത, അതെന്റെ കയ്യിൽ നിന്ന് ഗാന്ധീവ് ഇപ്പൊ താഴെ വീണുപോകും. പാകിസ്ഥാൻ പട്ടാളക്കാരെ കാണുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരൻ പറയാണ് ഇപ്പൊ തോക്ക് താഴെ വീണുപോകും. നമ്മൾ അംഗീകരിക്കും പട്ടാളക്കാരന്? അപ്പൊ ഇവിടെ ഒരു ചോദ്യം, യുദ്ധം പാപമാണോ? നിങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്ത് ഒരു പട്ടാളക്കാരൻ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അയാൾ 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നു. തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എവിടുന്ന് സ്വീകരണം തുടങ്ങും? റെയിൽവേ സ്റ്റേഷൻ സ്വീകരണം തുടങ്ങും, ഇല്ലേ? ആനയും അമ്പാരിയും മദ്ദളയും തബലയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഒരുപാട് അവാർഡുകൾ അയാൾ കൊടുക്കും. എന്താ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? 100 ആളെ കൊന്നിട്ട് വന്ന. പക്ഷെ 100 ആള് പാകിസ്ഥാനാണെന്ന് മാത്രം. പാകിസ്ഥാനിലെ പട്ടാളക്കാരൻ അവന്റെ നാടിന് വേണ്ടി പടപൊരുതുമ്പോൾ അങ്ങനെ 100 പേരെ കൊന്നിട്ടു വന്നവന് നമ്മൾ അവാർഡുകളും മൊമെന്റോകളും കൊടുത്ത് ആദരിക്കുന്നു. ഇതേ പട്ടാളക്കാരൻ നാട്ടിൽ ലീവിന് വന്നപ്പോ അയൽക്കാരനുമായിട്ട് ഒരു അതിർത്തി തർക്കം ഉണ്ടായി, ഒരു കത്തിയെടുത്ത് അയാളെ കുത്തിക്കൊന്നു. നിങ്ങൾ എവിടുന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുക അയാളെ? ചിലപ്പോൾ സുപ്രീം കോടതി അയാളെ തൂങ്ങിക്കൊല്ലു, അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ
രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഒരു സംഘപരിവാർ പ്രവർത്തകനെ SDPI ഭീകരന്മാർ കൊന്നു. 16 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു സ്പെഷ്യൽ കോടതി. അവർ തൂക്കിക്കൊല്ലുമോ ഇല്ല, സുപ്രീം കോടതി വെറുതെ വിടുമോ അതൊന്നും നമുക്കറിയില്ല. ഒരാളെ കൊന്നതിനു പകരമായി 16 ആളുകളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. അപ്പൊ കൊന്നതല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. പട്ടാളക്കാരൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നാൽ അത് രാജ്യത്തിന്റെ രക്ഷയ്ക്കും ധർമ്മത്തിന്റെ സംരക്ഷണത്തിനുമാണ്. അതിർത്തി തർക്കത്തിന്റെ പേരിൽ അയൽക്കാരനെ കുത്തിക്കൊല്ലുന്നത് വ്യക്തിപരമായ വൈരാഗ്യമാണ്. അങ്ങനെയെങ്കിൽ യുദ്ധഭൂമിയിൽ അർജുനൻ ആയുധം താഴെ വെക്കാൻ പാടുണ്ടോ, പോരാടാൻ വേണമോ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഇല്ലേ? ഓപ്പറേഷൻ സിന്ദൂർ അറിയില്ലേ? 88 മണിക്കൂർ നേരത്തെ ഒരു യുദ്ധമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാരണം എന്താ? നമ്മുടെ എന്റെ നാട്ടിൽ നിന്ന് ഒരുപരം DYFIക്കാരെ അവരുടെ ഭാര്യമാരെയും കൂട്ടിയിട്ട് കാശ്മീരിൽ പോയി. കാശ്മീരിൽ പോയിട്ട് മഞ്ഞുപാളികൾക്കിടയിൽ നിന്നുകൊണ്ട് മഞ്ഞൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ ഇങ്ങനെ എടുത്തെറിയുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങളുടെ എല്ലാം ഗ്രൂപ്പിൽ അയച്ചു തന്നു. അപ്പൊ ഞാനവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അവിടെ നിൽക്കുക, ഭാര്യയെയും എല്ലാവരെയും മക്കളെയൊക്കെ കൂട്ടി നിന്നിട്ട് 4 മുദ്രാവാക്യം ആർക്ക് വിളിക്കണം? നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് 4 മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം മഞ്ഞെടുത്തെറിയണം. കാരണം ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളാണ്. എന്റെ ഗ്രാമത്തിൽ നിന്ന് കാശ്മീരിൽ ടൂറ് പോകണമെന്ന് ജനങ്ങൾ ചിന്തിച്ചത് 2014 ശേഷം. 2014 മുമ്പ് കാശ്മീർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കാശ്മീരിൽ ടൂറ് പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉഗാണ്ടയിൽ പോവുക എന്നൊക്കെ പറയുന്നത് പോലെ, അഫ്ഗാനിസ്ഥാൻ പോവുക എന്ന് പറയുന്ന പോലെയായിരുന്നു. ഒരൊറ്റ മലയാളിയും കാശ്മീരിൽ ടൂറ് പോയിരുന്നില്ല. നമുക്ക് ഭയമായിരുന്നു ഭീകരന്മാരെ, നമുക്ക് ഭയമായിരുന്നു പാകിസ്ഥാനെ. എന്നാൽ കാലം മാറി, ഭരണം മാറി, കഥകളും മാറി. വ്യാപകമായിട്ട് ഞങ്ങള് ഈ പറയുന്ന മെയ് 23 കാശ്മീർ പോകാൻ വേണ്ടി ബുക്ക് ചെയ്ത അതിന്റെ 2 ആഴ്ച മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ കലിമ ചൊല്ലാൻ അറിയാമെന്ന് ചോദിച്ചു 26 ആളുകളോട്. കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ഹിന്ദുവിനോട് ചോദിച്ചാൽ നമുക്കറിയാം കലിമ ചൊല്ലാൻ അറിയാമോ. ഇനി കാശ്മീരിൽ പോകുന്നെങ്കിൽ വെറുതെ പഠിച്ചു വെച്ചേക്കൂ. എന്നാൽ പുരുഷന്മാർ 2ാമത്തെ ടെസ്റ്റിൽ തോറ്റു. 1ാമത്തെ ടെസ്റ്റിൽ നിങ്ങൾ വിജയിച്ചാലും 2ാമത്തെ ടെസ്റ്റിൽ നമ്മൾ തോറ്റു. കലിമ ചൊല്ലാൻ അറിയാമോ ചോദിച്ചു, അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇപ്പോ എറണാകുളത്തിലെ രാമേന്ദ്രേട്ടനും അയാളുടെ മകളും മകളുടെ മക്കളും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പട്ടാളക്കാരന്റെ വേഷത്തിൽ ഭീകരം വരുന്നത്. അപ്പൊ തോക്കെടുക്കുന്നു, ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് നേരെ ഇങ്ങനെ ചൂണ്ടിയാടെ വെച്ചിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞു. ഇദ്ദേഹം കൂടുതൽ വിസ്തരിക്കാൻ നിന്നില്ല, എനിക്ക് കലിമ അറിയില്ല, ഞാനൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞതും തലയോട്ടിയിലൂടെ ബുള്ളറ്റ് കടന്നു. മകളുടെയും പേരക്കുട്ടികളുടെയും കൺമുന്നിൽ വെച്ച് ആ നല്ല മനുഷ്യന്റെ തലയെ ചിതറി തെറിപ്പിച്ചു കളഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് പോയ യുവമിഥുനം, ആ ഭാര്യയുടെ ഇരിപ്പ് കണ്ടില്ലേ? ഭർത്താവിന്റെ മൃതശരീരത്തിലെങ്കിൽ ആ യുവതിയുടെ ഇരിപ്പ് കണ്ടില്ല. അതിന് കാരണം ഉണ്ടായിരുന്നു. ഈ ഭർത്താവ് ടൂർ പിന്നെ പോകാന്ന് പറഞ്ഞാണ്. പക്ഷെ ഭാര്യ നിർബന്ധിച്ചു കാശ്മീരിൽ പോകും. കാശ്മീരിൽ പോകുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് തിരക്കായിരുന്നു ജോലി സംബന്ധമായിട്ട്. എന്നിട്ട് പോലും ആ യുവമിഥുനങ്ങൾ ഹണിമൂൺ ആഘോഷിക്കുവാൻ വേണ്ടി ഭാരതത്തിലെ ഒരു സംസ്ഥാനത്ത് ചെന്ന സമയത്ത് അദ്ദേഹത്തെ ഭാര്യയുടെ ഒരാഴ്ച മുമ്പ് കല്യാണം കഴിച്ച ഭാര്യയുടെ കൺമുന്നിൽ തലയോട്ടി ചിതറി തെറിച്ച് മരിച്ചു പോകുന്നത് നിസ്സഹയായി നോക്കി നിന്ന ആ പെൺകുട്ടിയുടെ തലമണ്ടയിൽ മുട്ടിച്ചു, തോക്ക് മുട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലില്ല, കാരണം നീ മോഡിയോട് ചെന്ന് കാര്യം പറയണോ. മോദിയോട് ചെന്നവൾ കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ആ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്തത്. പെങ്ങന്മാരുടെ സിന്ദൂരത്തിലകത്തെ മായ്ച്ചു കളഞ്ഞവന് അതേ നാണയത്തിലെ തിരിച്ചടി. നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചു എന്താ ഓപ്പറേഷൻ വൈകും. നമുക്ക് ഉറപ്പാണ് ഓപ്പറേഷൻ ആണ്. കാരണം ഉറിയിലും പുൽവാമയിലും ഭീകരാക്രമണം നടന്ന സമയത്ത് അതിശക്തമായ തിരിച്ചടി ഈ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചടി എന്തായാലും ഉണ്ടാവും. അത് എപ്പോൾ? അങ്ങനെ നമ്മൾ 10 ദിവസം കഴിഞ്ഞു. 15ാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ സന്തോഷകരമായ വാർത്ത കേട്ടു. എന്തായിരുന്നു വാർത്ത? 9 ഭീകര കേന്ദ്രങ്ങളെ നിലം പരിശോധിച്ചു. 9 ഭീകര കേന്ദ്രങ്ങളിൽ ഭാരതത്തിന്റെ ബോംബുകൾ ഭക്ഷിച്ചു. യുദ്ധം നമ്മൾ അവിടെ നിർത്തി. നമുക്ക് പാകിസ്ഥാനോട് മൊത്തത്തിൽ അവിടുത്തെ സാധാരണക്കാരെ കൊല്ലണമെന്നോ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിൽ ബോംബിടണമെന്നൊന്നും നമുക്കില്ല.
കലിമ ചൊല്ലാൻ അറിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് 26 ഭാരതീയരായ ഹിന്ദുക്കൾ വെടിവെച്ചു കൊന്ന ആ ഭീകരന്മാർക്ക് അതിശക്തമായ മറുപടി കൊടുക്കുവാൻ ആഗ്രഹിച്ച ഭാരതത്തിന്റെ സൈന്യം അത് കൃത്യമായി ചെയ്തു, അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ ചില പൊട്ടാസ് ബോംബുകൾ അവിടെ നിങ്ങോട്ട് വരാൻ തുടങ്ങി. ഡ്രോണുകൾ, ബോംബുകൾ, ചില്ലറ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കി. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭീകര രാജ്യത്തിന് ഭാരതത്തിലെ 4 സംസ്ഥാനങ്ങൾ അതിരുകളായിട്ടുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ. ഇത് ഒരിടത്ത് മാത്രമേ ഭീകരവാദമുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീരിൽ മാത്രം ഭീകരവാദം? എന്തുകൊണ്ട് ഗുജറാത്തിലില്ല? എന്തുകൊണ്ട് രാജസ്ഥാനില്ല? ഒരൊറ്റ കാരണം, അവിടെയെല്ലാം ഹിന്ദു ഭൂരിപക്ഷമാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരിടത്തും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകില്ല. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയപ്പോഴാണ് അവർ മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രയോഗിക്കുന്നു എന്ന അറിവ് ലഭിച്ചപ്പോൾ ഭാരതത്തിൽ നിന്ന് 1-ന് 34 കോടിയാ ചെലവ്. ബ്രഹ്മോസ് ഒരു മിസൈലിന് 34 കോടിയാണ്. എന്താ ചിലർ 1000 കോടി പൊടിച്ച യുദ്ധമായത്. ചില്ലറ യുദ്ധമൊന്നുമല്ല. 88 മണിക്കൂർ കൊണ്ട് ഭാരതം 1000 കോടി രൂപയാണ് പൊടിച്ചത് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ. 11 വ്യോമസേന താവളങ്ങളെ ലക്ഷ്യമാക്കി 11 ബ്രഹ്മോസുകൾ വിട്ടു. 11 കൃത്യസ്ഥലത്ത് ചെന്ന് പതിച്ചു. വ്യോമസേന താവളങ്ങളെല്ലാം നിലംപരിശായപ്പോൾ അതാ വിളിക്കുന്നു ട്രംപ്, പ്ലീസ് ഒന്ന് നിർത്തൂ. ഭാരതം പറഞ്ഞു നിർത്തി. നമുക്ക് ആരോടും വാശിയും വൈരാഗ്യമുള്ളവരല്ലോ ഹിന്ദുക്കൾ. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നവരല്ല. ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രാർത്ഥനയിൽ ഒന്നാമത് പറയുന്നത് അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തിയാണ്. പ്രഭോ ശക്തിമൻ ഹിന്ദു രാഷ്ട്രാംഗഭൂത. അല്ലയോ സർവശക്തനായ പരമേശ്വര. പരമേശ്വരനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കാരണം ഭഗവാന്റെ തൃക്കണ്ണിൽ അഗ്നിയുണ്ട്, കയ്യിൽ ശൂലമുണ്ട്, കഴുത്തിൽ പാമ്പുണ്ട്, ജടയിൽ ഗംഗയുണ്ട്. മരണത്തിന്റെ സകല പ്രതീകങ്ങളെയും ശരീരത്തിൽ ചൂടിയ ശക്തി സ്വരൂപനായ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു, മോദിജി പറയുന്നു, അല്ലയോ സർവശക്തനായ പരമേശ്വര, ഈ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതവും ജീവനും ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് 5 കാര്യങ്ങൾ വേണം. ഒന്നാമത്തേത് അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത അത്രയും കരുത്തുള്ള ശക്തി എനിക്ക് വേണം. നമ്മുടെ ശക്തിയുടെ പ്രത്യേകത എന്താ? ആരെയും തോൽപ്പിക്കേണ്ട, ഒരാളെയും ആക്രമിക്കേണ്ട. മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരു മണ്ണിലേക്കും ഹിന്ദുക്കൾ ഇന്ന് വരെ പടയോട്ടം നടത്തിയിട്ടില്ല. 2300 കൊല്ലക്കാലത്തെ ആക്രമണം നമ്മുടെ നാടിന് നേരെ ഉണ്ടായിരുന്നിട്ടും ഹിന്ദുവിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തരെയും നമ്മൾ ആക്രമിച്ചിട്ടില്ല. ഇന്നും അങ്ങനെയാണ്. ഒരു ഹിന്ദു പട്ടിണി കിടന്നാൽ അവിടെ ഒരു കാഴ്ച കാണുന്നുണ്ട്. പെന്തക്കോസ്റ്റ് പാതിരി. അതെന്താ കാഴ്ച? അരി, കടല, ഗോതമ്പ്, പഞ്ചസാര കൊടുക്കും, കൂടെ കൊന്തയും കൊടുക്കും. മതപരിവർത്തനത്തിനുള്ള ഒരു കണ്ണിയെ കിട്ടിയിരിക്കുന്നു, ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു എന്ന് അവർ കാണും. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ക്രിസ്ത്യാനി പട്ടിണി കിടന്നാൽ അവന് നമ്മൾ അരിയും കടലയും ഗോതമ്പും പഞ്ചസാരയും കൊടുക്കും. പക്ഷേ നമ്മൾ രുദ്രാക്ഷത്തിന്റെ മാല കൊടുത്ത് അമ്പലത്തിൽ കൊണ്ടുവന്ന് അവനെ ഹിന്ദു ആക്കണമെന്ന ചിന്ത ഏറ്റവും നികൃഷ്ടനായ ഹിന്ദുവിന്റെ ഉള്ളിൽ പോലും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഹിന്ദു പോലും ഏറ്റവും നല്ലവനാണ്. കാരണം അവൻ ഒരിക്കലും ട്രെയിനിൽ ഒരു ഭീകരനായിട്ട് പൊട്ടിത്തെറിക്കില്ല എന്ന്. അത് ഗോവിന്ദ ചാമി പോലും അങ്ങനെ ചെയ്യില്ല. അടിസ്ഥാനപരമായ യോഗ്യത എപ്പോഴും ഹൈന്ദവനുണ്ട്. അത് നമ്മുടെ ധർമ്മത്തിന്റെ സവിശേഷതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയും കരുത്ത് എനിക്ക് നൽകൂ. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക, എന്റെ ശക്തി വേണം. ഈ ശക്തിയാണ് ജീവിതം, ദുർബലത മരണാണ്. എന്തുകൊണ്ടാ ട്രംപ് ഇപ്പൊ നമ്മളിങ്ങനെ നമ്മളല്ല കേട്ടോ, മോദിജി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാഷ്ട്രം, 143 കോടി ജനങ്ങൾ. വലിപ്പത്തിൽ 7-ാം സ്ഥാനത്തുള്ള രാഷ്ട്രം ഭാരതം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ താമസിക്കുന്ന രാജ്യം ഭാരതം. ലോകത്തിൽ അമേരിക്കയുടെ ശാസ്ത്രകാരന്മാരിൽ 33% ഭാരതീയർ. അമേരിക്കയിലെ നഴ്സുമാരിൽ 60%-ലേറെ ഭാരതീയർ. അമേരിക്കൻ ഡോക്ടേഴ്സിൽ ഒരു 40% ഭാരതീയരാണ്. അവരെല്ലാവരും ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചാൽ അമേരിക്ക പൂട്ടിപ്പോകും. ഭാരതത്തിന്റെ കരുത്താണ് അമേരിക്കയുടെ കരുത്ത് എന്ന് ഇയാൾ ഇടയ്ക്ക് അങ്ങനെയാണ് തിരിച്ചറിഞ്ഞില്ല.
അതോടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഭാരതത്തിന്റെ താല്പര്യമാണ് മോദിജിയുടെ താല്പര്യം. നാം ചൈനയുമായിട്ട് ചങ്ങാത്തം കൂടിയത് എന്തുകൊണ്ടാണ്? ലോക ജനസംഖ്യയിൽ 290 കോടിയോളം ആളുകൾ ഈ രണ്ട് രാജ്യത്തിൽ കൂടി ജീവിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്താണ് ചൈന. ചൈന എപ്പോഴും ചതിക്കും, അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. 62-ൽ നമ്മളെ ചതിച്ച ഇന്ത്യ ചീന ബായ് ബായ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്തു. നമ്മുടെ സൈനികന്മാർ ഒരുപാട് മരിച്ചുപോയി. 17 കിലോമീറ്ററോളം ഭൂമി അവർ പിടിച്ചെടുത്തു. ഇന്ന് കൈലാസത്തിലും മാനസ സരോവരത്തിലും പോകണമെങ്കിൽ ചൈനയുടെ NOC വേണം. 62-ൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു ഈ ഭൂമി. പക്ഷെ ഇന്നത്തെ മാറിയ ചൈനയും അന്നത്തെ ചൈനയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇന്ന് ചൈന നമ്മളെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇന്ന് ചൈന നമ്മളെ തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിന് മേലെയോ കാണുന്നു. ഭാരതത്തിന്റെ കൃത്യതയാർന്ന ആയുധങ്ങളും ചൈനയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നാം പടുത്തുയർത്തിയ ആയുധങ്ങളുടെ കൂമ്പാരവും ചൈനയെ ഭയപ്പെടുത്തുന്നു. ചൈനയുടെ ഏത് ഭൂപ്രദേശത്തെയും അറ്റാക്ക് ചെയ്യുവാനുള്ള ആയുധ ശേഖരം ഭാരതത്തിന്റെ മിസൈലുകൾ, അഗ്നി എന്ന് പറയുന്ന മിസൈലുണ്ട്. 5000 കിലോമീറ്റർ നീളത്തിൽ ഓടി എവിടെയും ബോംബ് വർഷിച്ച് കപ്പാസിറ്റിയുള്ള ആയുധങ്ങൾ ഇന്ത്യക്കുണ്ട് എന്ന ശക്തിയുടെ തലത്തിലേക്ക് ഉയർന്നപ്പോൾ സിംഹം സിംഹത്തോട് ചങ്ങാത്തം കൂടുന്നത് സ്വാഭാവികം. സിംഹത്തെ കാണുമ്പോൾ മാൻ ഓടിപ്പോകുന്നത് ജീവൽ കൊതി കൊണ്ട്, അല്ലാതെ മാനൊരു പ്രശ്നത്തിന് വയ്യ എന്ന് കരുതി മാറിപ്പോയതല്ല. അവിടെയാണ് ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ്. സ്ട്രെങ്ത് ഈസ് ലൈഫ്, വീക്ക്നെസ് ഈസ് ഡെത്ത്. എന്റെ വാക്കല്ല, വിവേകാനന്ദ സ്വാമിയുടെ വാക്കാണ്. പണ്ടൊരാൾ ദേവിയെ തപസ്സിരുന്നു. ദേവി വന്നു. ദേവി പറഞ്ഞു, വരോഗ തരാം, പക്ഷെ എനിക്കൊരു മൃഗത്തെ ബലിയായി നൽകണം. ഇയാൾ ചോദിക്കുകയാണ്, അശ്വം കുതിരയെ തരട്ടെ? നൈവ, വേണ്ട. ഗജം മാനയെ തരട്ടെ? നൈവ, വേണ്ട. പരാക്രമശാലിയായ ഒരു സിംഹത്തെ തരട്ടെ? വ്യാഗ്രത്തെ തരട്ടെ? ഇയാള് പറയാണ്, നൈവജ നൈവജ, ഇയാളല്ല ദൈവം. നൈവജ നൈവജ, വേണ്ടേ വേണ്ട. പിന്നെ എന്തോ വേണം എന്റെ ദൈവമേ നിങ്ങൾക്ക്? അപ്പോൾ ദൈവം പറയാണ്, അജാപുത്രോ, മാട്ടിൻകുട്ടിയെ മതി കേട്ടോ. ദേവോ ദുർബലഗാത, ദുർബലന്മാരെ ദേവന്മാര് പോലും വെച്ചെങ്കില കൊന്നുകളെ. മഹാവിഷ്ണുവിന് 4 കൈകൾ. 4 കൈകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒന്നാമത്തെ കൈയിലുള്ളത് ശംഖ്. ശംഖ് ഒരു ജലജീവിയാണ്. മാംസത്തെ മാറ്റിയിട്ട് ശംഖൂതിയപ്പോൾ ശംഖിൽ നിന്നും ഓം ഏകാക്ഷരം ബ്രഹ്മ പ്രണവാകാരം പുറത്തു വന്നു. വേദാന്തമാണ് ശംഖ്. രണ്ടാമത്തെ കൈയിൽ നിരന്തരം കറങ്ങുന്ന ചലനം, ചലനം, രാപ്പകൽ ചലനം. ചലനം എന്നതേ ജീവിതധർമ്മം എന്ന് പറയുന്ന ഏതു ദൂരത്തുള്ള ശത്രുവിന്റെയും കഴുത്തറക്കുവാൻ പര്യാപ്തമായ സുദർശന ചക്രമെങ്കിൽ മൂന്നാമത്തെ കയ്യിലുള്ളത് ഗദയാണ്. തച്ചുടക്കുക. ഒന്നാമത്തേത് അസ്ത്രം. ദൂരെ നിന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ അസ്ത്രം എന്ന് പറയും. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങളെ ശസ്ത്രം എന്ന് പറയും. നാലാമത്തെ കയ്യിൽ എന്താ? താമര. താമര വളരുന്ന ഇവിടെ ചെളിയിലാണ്. പക്ഷെ ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നില്ല. ചെളിയിൽ വളരുമ്പോഴും പൂജാപുഷ്പങ്ങളിൽ ഒന്നാമൻ താമരയാകുന്നു. അതുകൊണ്ട് മയക്കുമരുന്നിൽ എന്റെ കുട്ടി പെട്ടുപോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏത് മയക്കുമരുന്ന് ടീമിന്റെ കൂടെ പെട്ടുകഴിഞ്ഞാലും അവൻ താമരയെ മാതൃകയാക്കിയെങ്കിൽ അവൻ ഒരിക്കലും അശുദ്ധമാവില്ല. ഭഗവാന്റെ ഒന്നാമത്തെ കയ്യിൽ ശംഖും നാലാമത്തെ കയ്യിൽ താമരയും അവിടെ നിലനിൽക്കുന്നത് രണ്ടാമത്തെ കയ്യിലും മൂന്നാമത്തെ കയ്യിലും ചക്രവും ഗദയും ഉള്ളോണ്ടാ. ഇല്ലെങ്കിൽ ഇതും എടുത്ത ആളുകളുണ്ട്. 33 കോടി ദൈവങ്ങളുടെ കൈകളിലേക്ക് നോക്കണം എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ. ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട്, ഗദയുണ്ട്, കുന്തുണ്ട്, ചക്രവും. ത്വംഹി ദുർഗാ ദശപ്രഹരണധാരിണി. നവരാത്രി ഇതാ വരാൻ പോകുന്നു. ദുർഗാ ഭഗവതിയെ, ശക്തി സ്വരൂപിണിയെ ആയുധ പൂജയിലൂടെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. കഴിഞ്ഞ ഒരു പൂജയ്ക്ക് നടേശൻജിയുടെ അവിടെ ചെന്നപ്പോ ഒരു 500 വാളുകൾ അവിടെ കണ്ടു. പേടിക്കണ്ട, അട്ടൈപ്പ് വാളുകളല്ല കേട്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച അട്ടൈപ്പ് വാളുകൾ. ആയുധങ്ങൾ പൂജിക്കുക. കളരിയിലെ മറ്റും ആയുധങ്ങൾ പൂജിക്കണം. എന്തിനാണ് ആയുധങ്ങൾ പൂജിക്കുന്നത്? ആരെയും കൊല്ലാനല്ല. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കടന്നു വന്ന ഒരു കള്ളനെ നാം കീഴ്പ്പെടുത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊരു ലൈസൻസ് തോക്കുണ്ടോ? നിങ്ങൾക്ക് അപാരമായ കരുത്തായിരിക്കും. നിങ്ങളുടെ കയ്യിൽ സർക്കാർ ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ടെങ്കിൽ ഏത് കള്ളനകത്തേക്ക് വന്നാലും നിങ്ങൾക്ക് അപാരമായ ധൈര്യം ഫീൽ ചെയ്യും. ആയുധം കയ്യിലില്ലാത്ത ഒരൊറ്റ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തിയാണെന്ന് ഭാരതം ആരാധിക്കുന്നത്. ശക്തി പൂജ. അവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ 88 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാനെ നിലം പരിശാക്കിയ ആ ശക്തി സ്വരൂപമാണ് ഭാരതത്തിന്റെ ശക്തി.
ആ ശക്തി ഭഗവാന്റെ ശക്തിയാണ്. അവിടെയാണ് അർജുനൻ തന്റെ ആയുധം താഴെ വെച്ച് യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നും മാത്രമല്ല, ഗാണ്ഡീവൻ താഴെ വെച്ച് ഇയാൾ കരയാൻ തുടങ്ങി. ആര്? ലോകം പേടി മാറ്റാൻ വേണ്ടി ആരുടെ പേരാണോ പറയുക. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ പായിലൊക്കെ മൂത്രമൊഴിച്ചാൽ മുത്തശ്ശി പറയും അർജുനന്റെ 10 വരെയും പറയും. ഉറങ്ങുന്നതിന് അർജുനൻ, ഫൽഗുനൻ, പാർത്തൻ, കിരീടി, ശ്വേതവാഹനൻ, വിജയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും 10 പരിയായി. ലോകം പേടി മാറ്റുവാൻ ആരുടെ പേരാണോ പറയുന്നത് അയാൾ പേടിച്ചു പോയി. അതാണ് സാഖ്യയോഗത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയും, തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. തേരിന്റെ തട്ടിൽ ഗാണ്ഡീവം താഴെ വെച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഇരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അർജുനനെ നോക്കി മധുസൂദനൻ ഇങ്ങനെ പറഞ്ഞു. ഒരടി കൊടുത്തു. വായിൽ നാവ് കൊണ്ടാണെന്ന് മാത്രം. തല്ലിത്തലോടൽ. ലാളനേത് പഞ്ചവർഷാണി. 5 വയസ്സുവരെ കുഞ്ഞുങ്ങളെ ലാളിച്ച് വളർത്തണം. ദശവർഷാണി ശിക്ഷയേ. 5 വയസ്സ് മുതൽ 15 വയസ്സുവരെ ശിക്ഷണം നൽകി വളർത്തണം. ശിക്ഷയല്ലോ, ശിക്ഷണം. ചെയ്ത തെറ്റ് കുട്ടിക്ക് ബോധ്യപ്പെട്ടതവൻ തിരുത്തുന്നതാണ് ശിക്ഷണം. 15 വയസ്സ് കഴിഞ്ഞാലോ ശേഷം സമഭാവന, തോളിൽ കൈ നടക്കണം. 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം അമ്മയായിരിക്കണം. ഏത് ലവ് ലെറ്റർ ഇപ്പം ഇല്ല. സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്ത് വന്നാലും അമ്മയോട് പറയണം, ഇങ്ങനൊരു ഓഫർ വന്നിട്ടുണ്ട് അമ്മേ, എന്താ ചെയ്യേണ്ടത് അമ്മയോട് ചോദിക്കണം. നല്ല ഫ്രീഡം മക്കൾ കൊടുക്കണം. അതുകൊണ്ടാണ് കുട്ടി രാവിലെ ഉറങ്ങി 6 മണിയായിട്ട് എഴുന്നേറ്റില്ല. അമ്മ അടുക്കളയിൽ പോയി തിരിച്ചു വന്നപ്പോൾ 6:15. വിളിച്ചു വിളിച്ചു വിളിച്ചു, കുട്ടി എണീക്കുന്നില്ല. അവസാനം അമ്മ കോപിഷ്ഠയായ അമ്മ കുഞ്ഞിനെ വിളിച്ചു. നിങ്ങളല്ല കേട്ടോ, നിങ്ങളൊക്കെ വളരെ ഡീസന്റ് ആണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ചില അമ്മമാര് വിളിക്കും, പോത്തെ പോത്തെ എണീറ്റ് പോടാന്ന് പറയും. എന്താന്നറിയാം, ഇത് വിളിച്ചാൽ ഇവൻ എണീക്കുകയും ചെയ്യും. പക്ഷെ എന്ത് വിളിക്കണം? പോത്തെ എന്ന് വിളിക്കണം. പക്ഷെ ഒരു ദോഷമുണ്ട് ഇതിന്. കുട്ടി ആരായി തീരും? പോത്തായി തീരും. അമ്മ എന്താണോ പ്രഭാതത്തിൽ കുഞ്ഞിനെ അഭിസംബോധന ചെയ്യുന്നത്, കാരണം നമ്മളെല്ലാവരും 3 അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇപ്പം രാത്രി നമ്മളൊരു 8 മണിയായി കാണും, നമ്മളൊരു 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു. ഉറങ്ങിയാൽ ഉടനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ജാഗ്രതയിലാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥ. ജാഗ്രതയിൽ നിന്ന് ഉറങ്ങി 10:15 സ്വപ്നം കാണാറില്ലേ? സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, സങ്കല്പങ്ങൾ, അനുഭവങ്ങളാണ്. സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ രാത്രി ഒരു 1:30-2 മണിയാകുമ്പോൾ നമ്മൾ സുഷുപ്തിയിലേക്ക് വരും. ഈ സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഗാഠനിദ്ര, മരണത്തിന് തുല്യമായ അവസ്ഥ. ഈ സമയത്ത് കള്ളൻ തരാം 3 മണിക്കൊക്കെ. കള്ളൻ അറിയാം നമ്മൾ ഗാഠനിദ്രയിലാണ് എന്ന്. ഒരു 4-4:30 ആകുമ്പോഴേക്ക് വീണ്ടും നമ്മൾ സ്വപ്നത്തിലേക്ക് പോകും. ഇങ്ങനെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത, ഇതിലൂടെയാണ് ദിവസവും എല്ലാ മനുഷ്യനും കടന്നു പോകുന്നത്. അങ്ങനെ സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് ഉണരേണ്ട കുഞ്ഞ് കേൾക്കുന്ന ആദ്യത്തെ വാക്കാണിത്, പോത്തേ പോത്തേ എന്ന്. പക്ഷേ കാട്ടിൽ ഉറങ്ങിപ്പോയി രാമനുണ്ട്. വിശ്വാമിത്ര മഹർഷി വിളിച്ചുണർത്തുന്ന വെങ്കിടേശ്വര സുപ്രഭാതത്തിന്റെ CD വീട്ടിലുണ്ടാവില്ലേ? ഇനി സിനിമകളിലൊക്കെ അത് കാണാം. വെങ്കിടേശ്വര സുപ്രഭാതം. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. ഗരുഡില ഉണ്ട്. കൗസല്യ സുപ്രജ രാമ. കൗസല്യയുടെ ഏറ്റവും നല്ല മോനായ രാമ. സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ, പൂർവസന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. നരശാർധൂല, നരന്മാരിൽ ശ്രേഷ്ഠനായവനെ. കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നും മോനെ എണീക്കൂ എന്ന് പറയുന്നതും പോത്തെ എണീക്കൂ എന്ന് പറയുന്നതും ഒരുപോലെയാണോ മോനെ? അല്ല. അപ്പം ഭാരതത്തിന്റെ അഭിസംബോധനകൾ പോലും കൃത്യമായിട്ട് വരച്ചു വെച്ചതാണ് രാമായണവും ഭഗവത്ഗീതയും എല്ലാം. അങ്ങനെ ഒരു തല്ല് കൊടുത്തു ഭഗവാൻ അർജുനന്. ആ ശ്ലോകം ഇങ്ങനെയാണ്, കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. എവിടുന്ന് കിട്ടിയടോ നിനക്ക് ഈ സ്വഭാവം? ഈ കശ്മല ഭാവത്തെ, ഈ നിസ്സാര ഭാവത്തെ, ഈ ഹീനഭാവത്തെ എവിടുന്ന് കിട്ടിയ അർജുന? നിനക്ക് മുമ്പുണ്ടായിരുന്നില്ല നിനക്കിത്. നീ മഹാദേവനോട് പടപൊരുതിയവനാണ്. നീ നിന്റെ അച്ഛൻ
ഗാണ്ഡവനം ദഹിപ്പിക്കാൻ വേണ്ടി, അഗ്നിക്ക് വേണ്ടി നീ ഫൈറ്റ് ചെയ്തപ്പോൾ നിന്റെ അച്ഛനായ ദേവേന്ദ്രൻ വന്നിട്ട് മഴ പെയ്യിച്ചു. അന്ന് മഴ തടുക്കാൻ വേണ്ടി നീ അമ്പുകൊണ്ട് പന്തൽ പണിതവനാണ്. അങ്ങനെയുള്ള നീ ഇങ്ങനെ കരഞ്ഞിരിക്കുകയോ? ഒരു തല്ലൽ കൊടുത്തു. എന്നിട്ട് തലോടൽ. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. എന്റെ പ്രിയപ്പെട്ട അർജുന, ഇത് ആര്യന് ചേരാത്താണ്. ആര്യനാരാ? ശ്രേഷ്ഠന് ചേരില്ല. സ്വർഗത്തിൽ എത്തും നീ മരിച്ചാൽ. ജയിച്ചാൽ ഭൂമി കിട്ടും. ആ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാണിത്. മാത്രമല്ല, ഇത് അകീർത്തി ഉണ്ടാകും. ലോകം മുഴുവൻ കീർത്തി കേട്ട വില്ലാളി വീരൻ കർണനെ കണ്ട് പേടിച്ചു പോയി എന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് നിനക്കിത് ചേരില്ലെന്ന് പറയുന്നു സാഖ്യയോഗത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ. എന്നിട്ട് ലോക പ്രശസ്തമായ ഒരു വാക്ക്, ശ്ലോകം ഭഗവാൻ പറയുന്നു. വിവേകാനന്ദ സ്വാമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ശ്ലോകം. ക്ലൈബ്യം അസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപ. ക്ലൈബ്യം, ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവത്തെ പ്രാപിക്കരുത്. പാർത്ഥ, പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ, കുന്തിയുടെ പുത്രൻ. നിന്റെ അമ്മ എന്ത് ഡീസന്റ് ആയിരുന്നു. എന്തൊക്കെയാണ് അതിന്റെ അർത്ഥം? കുന്തി. നമ്മളെപ്പോഴും കുന്തിയെ കുറിച്ച് പഠിക്കണം. കുന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു തെറ്റുപറ്റി, ഒന്ന് പ്രസവിച്ചു. നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. കല്യാണത്തിന് മുമ്പ് പ്രസവിക്കാൻ പറ്റുമെന്ന് പരീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ കുന്തിക്ക് ദുർവാസ മഹർഷി കൊടുത്ത വരത്തെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു തൃഷ്ണയിൽ നിന്ന് ഒടുവിൽ ഒരു ദിവസം സൂര്യനെ പ്രണയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൂര്യൻ വന്നൊരു കുഞ്ഞിനെയും കൊടുത്തുപോയി. അതാണ് കർണൻ, കവചകുണ്ടലധാരിയായ കർണൻ. കർണനെ കിട്ടിയപ്പോൾ ധർമ്മസങ്കടത്തിലായി പോയി കുന്തി. ഒരു രാജ്യത്തിലെ രാജാവിന്റെ മകൾ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി തീരും? യഥാ രാജ തഥാ പ്രജ എന്നാണ്. രാജാവ് എങ്ങനെയാണ് അതുപോലെയായിരിക്കും പ്രജകൾ. രാജാവിന്റെ വീട്ടിൽ തന്നെ ശുദ്ധിയില്ല. രാജാവിന്റെ മകൾ തന്നെ കല്യാണത്തിന് മുമ്പ് അവിഹിത ഗർഭം ധരിച്ച് പ്രസവിച്ചിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഒരുപാട് വേദനയോടുകൂടി ആ കുഞ്ഞിനെ പെട്ടിയിൽ ഒഴുക്കി ജലധിയിൽ ഒഴുക്കേണ്ടി വന്നു. ആർക്ക്? കുന്തിക്ക്. ഒരു തെറ്റ് പറ്റി. തെറ്റുകൾ മനുഷ്യ സഹജം. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, കുഴിയിൽ കിടക്കുന്നതാണ് തെറ്റ്. തെറ്റുകൾ പറ്റിയാൽ അത് തിരുത്തുവാനുള്ള പരിശീലനമാണ് ലോകത്തിൽ. വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയേണ്ട, എന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടായി, ഒരുപാട് പോസിറ്റീവ് ഉണ്ടായി. പക്ഷെ എന്റെ ജീവിതത്തിൽ അതൊന്നും ഉപകരിക്കപ്പെട്ടില്ല. എന്റെ ജീവിതത്തിലെ വീഴ്ചകളെയാണ് എന്റെ ജീവിതത്തിലെ പാഠങ്ങളാക്കുവാൻ എനിക്ക് കഴിഞ്ഞത് എന്ന്. വളരെ ശരിയാണ്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, വീഴ്ചകൾ തുടരരുത്. അങ്ങനെ കുന്തി ശ്രേഷ്ഠമായിട്ട് 3 മക്കൾക്ക് ജന്മം നൽകി. 2 മക്കൾക്ക് ജന്മം നൽകുവാനുള്ള വരം മാദ്രിക്കും കൊടുത്തു. മാദ്രി ഭർത്താവിന് കിട്ടിയ ശാപമുണ്ട്. മാൻപേടകൾ, സന്യാസി മഹർഷിമാര് ഇണചേരുമ്പോൾ മാൻപേടയുടെ രൂപത്തിലായിരുന്നു. അമ്പെയ്ത് കൊന്നുകളഞ്ഞു. ഇണചേരുന്ന മാനുകളെ ഒരമ്പിൽ കോർത്ത് കൊന്നുകളഞ്ഞപ്പോൾ അതിലെ മഹർഷി ശപിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയെ പ്രാപിക്കാൻ ഒരുങ്ങുമ്പോൾ നീയും മരിച്ചു പോകും. തങ്ങളുടെ ഭർത്താവിന് ഈ ശാപം കിട്ടിയെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് കുന്തി വളരെ പക്വതയോടുകൂടി പെരുമാറി. പക്ഷെ കാലങ്ങൾ ഏറെ കഴിഞ്ഞു. കാട്ടിൽ ചെന്ന സമയത്ത് മക്കളെയും കൂട്ടി കുന്തി കാട്ടിന്റെ ഉൾഭാഗത്തേക്ക് പോയ സമയത്ത് പാണ്ഡവും മാദ്രി എന്ന അതിസുന്ദരിയും മാത്രമുള്ള സമയത്ത് മാദ്രിയുടെ ഉള്ളിൽ ജ്വലിച്ച കാമത്തിൽ നിന്ന് മാദ്രി നനഞ്ഞൊട്ടിയ വസ്ത്രവുമായിട്ട് പാണ്ഡുവിന്റെ മുന്നിൽ പോയി നിൽക്കുകയും നിയന്ത്രണം വിട്ട പാണ്ഡു മാദ്രിയെ കയറി പിടിക്കുകയും പാണ്ഡു മരിച്ചു പോവുകയും ചെയ്തു. തന്റെ കാമവെറിയാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണം എന്നറിഞ്ഞ മാദ്രി ഭർത്താവിനൊപ്പം അഗ്നിയിൽ ചാടി. അല്ലാതെ സതി എന്ന് പറയുന്ന സമ്പ്രദായമൊന്നും ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദശരഥ മഹാരാജാവ് മരിച്ചപ്പോൾ ഏതെങ്കിലും ദേവിമാരെ തീയിൽ ചാടിയോ? കൗസല്യയും കൈകയും സുമിത്രയും 3 ഭാര്യമാരുണ്ടായിട്ടും ചാടിയില്ലല്ലോ. 100 കൗരവന്മാർ മരിച്ചിട്ട് ഒരൊറ്റ ഭാര്യ ചാടിയോ? അപ്പൊ സതിയൊക്കെ പിന്നീട് വന്ന ദുരാചാരങ്ങളായിരുന്നു. അത് ആചാരമായിട്ട് വന്നതാണ്. അതിന്റെ ചരിത്രം വളരെ ഭയാനകമാണ്. അലാവുദ്ദീൻ ഖിൽജി എന്ന കാമഭ്രാന്തൻ ചിത്തോറിലെ രാജ്ഞി റാണി പത്മിനിയെ കാണുവാനിടയായി.
1000 ഐശ്വര്യറായ്മാരേക്കാൾ സുന്ദരിയായ ആ റാണിയെ സ്വന്തമാക്കുവാൻ വേണ്ടി ചിത്തോറിലെ മുഴുവൻ പുരുഷന്മാരെയും കൊന്നൊടുക്കി കോട്ടവാതിൽ ചവിട്ടി തുറന്ന ആനയെ കൊണ്ട് ഉള്ളിലേക്ക് കടന്ന അവർ കാണുന്ന ഗിൽജിയും കൂട്ടരും മതഭ്രാന്തന്മാർ കാണുന്ന കാഴ്ച, കൈക്കുഞ്ഞുങ്ങളെയും മാറോടടുക്കി പിടിച്ച് അഗ്നിയിൽ ചാടി മരിക്കുന്ന 14,000-ഓളം രജപുത്ര സ്ത്രീകളെയാണ്. പ്രിയമുള്ളവരെ, പറ്റുമെങ്കിൽ രാജസ്ഥാനിൽ ചെന്നിട്ട് ചിത്തോറിലൊന്ന് പോകണം. ഒരൊറ്റ ദിവസം 14,000 ഹിന്ദു സ്ത്രീകൾ തീയിൽ ചാടി മരിച്ച സ്ഥലം കാണണം. കാരണം ഇസ്ലാമിക നിയമമുണ്ട്. അത് നിയമമാണ്, മത നിയമമാണ്. യുദ്ധത്തിൽ തടവുകാരായിട്ട് പുരുഷന്മാരെ കൊന്നാൽ ബാക്കിയുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് ഭോഗിക്കുവാനുള്ള ലൈംഗിക അടിമകളാണ്. ഈ അടുത്ത കാലത്ത് യസീദികളെ അറ്റാക്ക് ചെയ്തു. യസീദി ഈ പുരുഷന്മാരെ മൊത്തം ഈ ടിപ്പർ ലോറിയിൽ കൊണ്ടുപോയിട്ട് JCB കൊണ്ട് മണ്ണ് മാന്തി എടുത്തിട്ട് അതിലേക്കിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊന്ന് മൂടികളഞ്ഞു. യസീദികൾ അപ്സര സ്ത്രീകളെ പോലെ സുന്ദരികളാണ് ആ പെൺകുട്ടികൾ. 100 കണക്കിന് പുരുഷന്മാർ ഇഞ്ചിഞ്ചായി മാനഭംഗം ചെയ്ത് കുറെ ആളെ കൊന്നു. ബാക്കിയുള്ളവരെ ചങ്ങലക്കിട്ടിട്ട് സിറിയൻ തെരുവോരങ്ങളിൽ ലേലം വിളിച്ചു. ഇപ്പോഴും യൂട്യൂബ് കാണാം. മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് തെരുവോരങ്ങളിൽ വലിച്ചിഴച്ച് വിറ്റ അടിമ കച്ചവടത്തിന്റെ ചരിത്രം അമേരിക്കക്കും അറേബ്യക്കും പറയുവാനുണ്ടെങ്കിൽ ഭാരതത്തിന് അങ്ങനെ ഒരു ചരിത്രമില്ല. എന്നിട്ട് 100 കൊല്ലം മുമ്പുള്ള ജാതീയത പറഞ്ഞുകൊണ്ടിരിക്കും സുൽപി ഇളയടന്മാർ, ശ്യാംകുമാരന്മാർ. എന്തിനാ? നമ്മളെ ഹിന്ദുക്കളെ ദളിതർ എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ചില വിഭാഗത്തിൽപ്പെട്ട ആൾ തെറ്റായ വാക്കാണ്. ദളിതൻ എന്ന വാക്ക് അലഹബാദ് ഹൈക്കോടതിയിൽ മുമ്പ് കേസ് വന്നപ്പോൾ നിരോധിക്കപ്പെട്ടൊരു വാക്കാണ്. സംസ്കൃതത്തിൽ ദളിതൻ എന്ന വാക്കിന്റെ അർത്ഥം പതിച്ചവനെന്ന്, വീണുപോയവൻ. വീണുപോയവനെ കൈപിടിച്ചുയർത്തണം. ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ ഉപേക്ഷിച്ചിട്ട് ഈ ക്രിസ്തു മതത്തിലേക്ക് പോകാതെ ബുദ്ധമതം സ്വീകരിച്ചത്? അപ്പോൾ പറഞ്ഞു, എന്നെ അന്ധമായി വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് എനിക്ക്. ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായാൽ ഇവരെല്ലാവരും ക്രിസ്ത്യാനിയാണ്. എനിക്ക് ഹിന്ദുവിനോട് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. അന്നത്തെ ജാതീയതയും തൊട്ടുകൂടായ്മയും കണ്ടിട്ടാണ്. അതുകൊണ്ട് ഞാൻ ബുദ്ധമതത്തെ സ്വീകരിക്കുന്നു. ബുദ്ധമതം ഇന്നും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദുവിന്റെ അവാന്തര വിഭാഗമാണ് ബുദ്ധനും ജൈനനും. അവിടെയാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയെ മതം മാറ്റാൻ വേണ്ടി പെന്തക്കോസ്റ്റുകൾ വന്നു. അവരുടെ വാദമുകളെ മുഴുവൻ കേട്ടതിനു ശേഷം പ്രജാരാജ്യത്തിലെ അംഗമായ അയ്യങ്കാളി നേരെ പോയിട്ട് രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇവന്മാരിങ്ങനെ മതപരിവർത്തനവുമായിട്ട് തിരുവിതാംകൂറിൽ കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് രാജാവേ, അങ്ങ് നിയമം മൂലം മതപരിവർത്തനത്തെ നിരോധിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം ഒരു കാലത്തുണ്ടായിരുന്നു. അത് നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ വ്യാസോച്ചിഷ്ടം ജഗത് സർവം, ജഗദ്ഗുരു വേദവ്യാസൻ വേദങ്ങളെ 4 പകുത്തവൻ, കൃഷ്ണദ്വൈപായൻ എന്ന മുക്കുവൻ, സത്യവതി എന്ന മുക്കുവ സ്ത്രീക്കുണ്ടായ കൃഷ്ണദ്വൈപായനൻ, കൃഷ്ണൻ എന്നാൽ കറുത്തവൻ, ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ. കഴിഞ്ഞ ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ കേരളത്തിന്, അയാൾ പറഞ്ഞു, ലേഡി ആയിരുന്നു, അവർ പറഞ്ഞു, എന്റെ തൊലി കറുത്തുപോയതുകൊണ്ട് പലരും എന്നെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഉണ്ടാവും. തെറ്റായ ആരോപണങ്ങൾ കൊണ്ടുവന്ന് സമൂഹത്തിൽ തെറ്റായ ചർച്ചകൾ ഉണ്ടാക്കുക. നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ കറുത്തവെന്നാണ്. കൃഷ്ണൻ, കൃഷ്ണൻ കറുപ്പ്, രാമൻ കറുത്തതാ, കൃഷ്ണൻ കറുത്തതാ, ഇതൊന്നും ഭാരതത്തിന്റെ വിഷയങ്ങളല്ല. എന്നാൽ വർത്തമാന കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരാളുടെ തൊലിയുടെ നിറമേത്. ഇപ്പൊ നമ്മൾ ഹിന്ദുക്കൾ രാമായണം വായിക്കാൻ തുടങ്ങിയില്ലേ? 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ച് രാമായണം വായിക്കാൻ ആഹ്വാനം ചെയ്തു. അപ്പൊ പലരും അന്ന് ഏറ്റെടുത്തില്ല. പതുക്കെ ഹിന്ദുക്കൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പല നമ്പറുകളായിട്ട് വന്നു. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ അന്ധവിശ്വാസികളാണ്. അതുകൊണ്ടാണ് രാത്രി 2 മണിക്ക് അമ്പലത്തിന്റെ അടുത്ത് നമ്മൾ ഓടുന്നത് ഇല്ലേ? ഒന്ന് ഓടിപ്പോകും. ദുർഗാദേവി ക്ഷേത്രത്തിന്റെ അടുത്താണെങ്കിൽ പറയില്ല. കാരണം നമ്മളിൽ ദൈവമുണ്ട്, അതേ അളവിൽ പ്രേതമുണ്ട്. എത്ര ഇല്ലാന്ന് പറഞ്ഞ കാര്യം. നിങ്ങൾ കുട്ടികളുടെ ഒരു ക്യാമ്പ് നടത്തുക. അപ്പൊ കുട്ടികളോട് ചോദിച്ചു, ദൈവം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, ദൈവമുണ്ട്. ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ? നിർഭാഗ്യവശാൽ ഒറ്റ കുട്ടികളും ദൈവത്തെ കുറിച്ച് പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നുമില്ല. നമുക്കുണ്ടോ? ഈ അമ്പലത്തിന്റെ മുന്നിൽ വന്ന് തൊഴുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വിഗ്രഹ രൂപത്തിലാണോ മറ്റേതെങ്കിലും രൂപത്തിലാണോ? നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അത് വലിയ വിഷയമാണ്. അപ്പൊ കുട്ടികളോട് ചോദിച്ചു, ദൈവമുണ്ട്. ആ ദൈവമുണ്ട്. അപ്പൊ ചോദിച്ചു, പ്രേതമുണ്ട്. അപ്പൊ കുറെ കുട്ടികൾ പറഞ്ഞു, പ്രേതമില്ല.
പ്രേതം ഇല്ല. അപ്പൊ ചോദിച്ചു പ്രേത ഏത് ഇല്ല എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിച്ചു പ്രേത ഏത് സാരി എടുക്കുക? പ്രേതം വെള്ള സാരിയാണ് എടുക്കുക. പ്രേതം മുടി കെട്ടു അഴിച്ചിടുവോ? അപ്പൊ അഴിച്ചിടും. അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ ആരുണ്ട്? പ്രേതമുണ്ട്. എനിക്ക് പ്രേതത്തെ പേടിക്കാൻ തുടങ്ങിയത് എപ്പോഴും പറയാം, പണ്ട് രക്തരക്ഷസ് എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു, നമ്മുടെ കലാനിലയത്തിന്റെ നാടകമാണ്. ഇവര് സിനിമ പോലെയുള്ള ഇന്നുണ്ടത്. ഈ രക്തരക്ഷസ് എന്നുള്ള ഈ സിനിമ ഈ നാടകം വന്ന സമയത്ത് അതിൽ യക്ഷി സ്റ്റേജിൽ വരും. ഇവിടെ ആളുകളെ കഴുത്തിന് പിടിച്ച് രക്തം ഊറ്റി കുടിക്കുന്ന രംഗമൊക്കെ അതിലുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആരുണ്ടായി? യക്ഷിയുണ്ട്. അതുകൊണ്ട് ജനലിന്റെ അടുത്ത് ഞാൻ കിടക്കലുണ്ടായിരുന്നു കുറെ സമയത്ത്. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ ആരുണ്ടായി? യക്ഷിയുണ്ട്. അപ്പൊ വിശ്വാസികളും അന്ധവിശ്വാസവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാമായണം വായിക്കാൻ തുടങ്ങിയ ഹിന്ദുവിനോട് പറഞ്ഞു, നിങ്ങൾ 6-ാമത്തെ കാണ്ഡം വായിക്കരുത്. എന്താ വായിച്ചാല് അത് യുദ്ധകാണ്ഡമാണ്. അപ്പൊ വീട്ടിൽ എന്തുണ്ടാവും? യുദ്ധം ഉണ്ടാവും. നമ്മൾ അത് ഒഴിവാക്കി. ഇനിയിപ്പോ ഇതെങ്ങാൻ വായിച്ചിട്ട് വീട്ടിൽ യുദ്ധം ഉണ്ടായാലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തു? യുദ്ധകാണ്ഡം ഒഴിവാക്കി. എന്നാലും നമുക്ക് ഇനി എത്ര കാണ്ഡം ബാക്കിയുണ്ട്? ടോട്ടൽ 7 കാണ്ഡം ഉണ്ടല്ലോ, 6 കാണ്ഡം ബാക്കിയുണ്ട്. അപ്പോഴാണ് വേറെ പ്രോബ്ലം. 7-ാമത്തെ കാണ്ഡമായ ഉത്തരകാണ്ഡം വായിക്കരുത്. വായിച്ചാൽ സീതയെ പരിത്യജിക്കുന്നതൊക്കെ അവിടെയാണ്. അപ്പൊ ഒരുപാട് സങ്കടം ഉണ്ടാവും. എന്നാലും ബാക്കിയിട്ട് എത്ര കാണ്ഡമുണ്ട്? 5 കാണ്ഡം. അപ്പോഴാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. സായം സന്ധ്യയിൽ വായിക്കരുത്. സന്ധ്യക്ക് ഹനുമാൻ പടങ്ങും. ഇവിടെ ഉണ്ട് അത് പാലക്കാട്. ഹനുമാൻ സ്വാമി പണങ്ങും. അപ്പൊ നമ്മൾ ആരെയും പണക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വായിക്കലേ നിർത്തി. എന്റെ പ്രിയമുള്ളവരെ, രാമായണത്തിലെ 7 കാണ്ഡങ്ങളും ഒരുപോലെ പ്രധാനമാണ്. യുദ്ധകാണ്ഡം വായിക്കണം, വീട്ടിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്ത്രീയെ മോഹിച്ചു പോയിട്ട് അവളെ ബലാത്കാരേണ സ്വന്തമാക്കിയവന് സ്വകുടുംബത്തെ ത്യജിക്കേണ്ടി വന്നു. അയാൾക്കൊരു മോനുണ്ടായിരുന്നു, രാവണൻ. ആരാ? മേഘനാഥൻ. അയാൾക്ക് മറ്റൊരു പേരുണ്ട്, ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചവനെ പോലും അച്ഛന്റെ കാമഭ്രാന്ത് കൊണ്ട് മകനെയും സഹോദരനെയും ആ വംശത്തെയും കൊന്നൊടുക്കി കളഞ്ഞു രാമൻ. അതുകൊണ്ട് മോഹിക്കുമ്പോൾ ആര് മോഹിക്കുന്നു എന്നുകൂടി തിരിച്ചറിയുന്നു. അതെല്ലാം നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ ഹിന്ദുക്കൾ ഇത് പതുക്കെ വായിക്കാൻ തുടങ്ങി. എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇക്കഴിഞ്ഞ രാമായണ മാസത്തിൽ നമ്മുടെ ഡോക്ടർ എസ് ശ്യാംകുമാർ പുതിയൊരു നമ്പർ ഇറങ്ങിയ നമ്പർ ഇതാ: പുലയനും പറയനും ഇത് വായിച്ചിരുന്നില്ല. കാരണം ഇതിൽ പറയുന്നുണ്ട് ബ്രാഹ്മണന്റെ കാല് പൂജിക്കലാണ് രാമായണം. ഉണ്ടോ? ഉണ്ട്. അങ്ങനെ വരിയുണ്ട്: കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം നീക്കി ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. ബ്രാഹ്മണൻ എന്ന് കേട്ടാൽ ഈ ബുദ്ധിജീവിയുടെ ഹാളുകൾ. ആരാ ബ്രാഹ്മണൻ? എപ്പോഴും ബ്രാഹ്മണന്റെ പാദങ്ങളെ പൂജിക്കണം, ബ്രാഹ്മണനൊപ്പം സഞ്ചരിക്കണം, ബ്രാഹ്മണന് ദക്ഷിണ നൽകണം, ബ്രാഹ്മണൻ അന്നദാനം നൽകണം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഒരൊറ്റ ചോദ്യം ചോദിക്കണം: ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മതത്വത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ, ഈശ്വരനെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ. സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമ ദമ ഇത്യാദീനി കർമാണി. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ, ശമം ദമമുള്ളവൻ, നല്ല ക്ഷമാശീലമുള്ളവൻ. അടൽ ബിഹാരി വാജ്പേയി എന്ന RSSന്റെ പ്രചാരകൻ ഈ നാട് ഭരിക്കുന്ന സമയത്ത് ഈ നാടിന്റെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം എന്ന മുസൽമാനായിരുന്നു. പക്ഷെ ഒന്നാന്തരം ബ്രാഹ്മണനായിരുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും: ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഞാൻ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് നിങ്ങൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകുന്നത്. അതുകൊണ്ടാണ് മുക്കുവന് വേദങ്ങളെ വ്യസിക്കുവാനും ആദിവാസി എന്ന കാട്ടാളനായ രത്നാകരന് വാൽമീകിയാകുവാനും കഴിയുന്നത്. അതുകൊണ്ടാണ്. ഇനിയിപ്പം ഗുരുവായൂരപ്പന്റെ ജാതി നോക്കിയാൽ ഗുരുവായൂരപ്പനായ ഇന്നത്തെ കാറ്റഗറി പ്രകാരം OBC-കാരനാണ്. ഇല്ലേ? യാദവ കുലവംശം എന്ന് കേട്ടിട്ടില്ലേ? മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ് എന്ന് കേട്ടിട്ടില്ലേ? ആ കുടുംബത്തിൽപ്പെട്ട ആളാര്? ഗുരുവായൂരപ്പൻ. അർജുനന്റെ ഒരു ഭാര്യയുടെ പേര് ഉലൂപി എന്നാണ്, മത്സ്യകന്യകയാണ്. ഭീമന്റെ ഒരു ഭാര്യയുടെ പേര് ഹിഡുംബി എന്ന ആദിവാസി പെണ്ണ, കാട്ടുപെണ്ണാണ്. അതിലുണ്ടായ മകന്റെ പേരാണ് ഗഡോൽക്കജൻ. MD വാസുദേവൻ നായരുടെ 2ാം ഊഴത്തിൽ
നമുക്കിട്ട് പണി ഒരുപാട് തന്നാണ് എം ഡി. അപ്പൊ എം ഡി പറയുകയാണ്, കർണന്റെ വേലിനെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് കാട്ടുപെണ്ണിൽ പിറന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഗഡോൽക്കെതിരെ മുന്നിൽ നിർത്തി കൃഷ്ണനിൽ. എന്തൊരു പാരയാണ് നോക്കേ. ഒരു രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപനെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ രാജ്യത്തിലെ അവസാനത്തെ പട്ടാളക്കാരൻ വരെ മരിച്ചു വീണു. കാരണം സൈന്യാധിപൻ വീണാൽ രാജ്യത്തിലെ സൈന്യം ചിതറിപ്പോകും. ചിതറിപ്പോയ സൈന്യം രാജ്യത്തെ തോൽപ്പിച്ചു കളിച്ചു. രാജ്യം തോറ്റാൽ ശത്രുക്കൾ ഇടിച്ചു കയറും. അപ്പൊ അതുകൊണ്ട് അഭിമന്യു മരിച്ചിട്ടുണ്ട്. അത് പറയില്ല ആര്? അഭിമന്യു മരിച്ചത് എന്തുകൊണ്ടാ? തനിക്കിതിന്റെ ഉള്ളിൽ കയറിയാൽ ജീവനോടെ തിരിച്ചു വരില്ല എന്ന ഉത്തമ ബോധ്യം അഭിമന്യുവിനുണ്ട്. കാരണം ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ കയറാൻ മാത്രമേ അഭിമന്യുവിന് അറിയുള്ളൂ. പുറത്തേക്ക് വരുവാനുള്ള വിദ്യ ഭഗവാനിൽ നിന്ന് പഠിച്ചിട്ടില്ല. പക്ഷേ കിലോമീറ്റർ അകലെ തന്റെ അച്ഛനായ അർജുനന് ഈ വിദ്യ അറിയാം. പക്ഷെ അർജുനൻ സ്ഥലത്തില്ല. ചക്രവ്യൂഹം ഉണ്ടാക്കിയിരിക്കുന്നത് യുധിഷ്ഠിരനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. യുധിഷ്ഠിരനാണ് രാജാവ്. രാജാവിനെ പിടിച്ചാൽ യുദ്ധം അന്ന് തീർന്നു. രാജാവിനെ ശത്രുക്കൾ പിടിച്ചു കെട്ടിയാൽ ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ തടവറയിൽ കൊണ്ടുപോകും. അതോടുകൂടി പാണ്ഡവന്മാർ പരാജയപ്പെടും. ഇതാ ഞങ്ങൾ പരാജയപ്പെടുന്നു എന്നറിഞ്ഞ മാത്രയിലാണ് അഭിമന്യു കയറി ചെന്നുകൊണ്ട് പത്മവ്യൂഹത്തെ തകർത്തതും പിറകിൽ നിന്ന് കർണനും ഈ പറയുന്ന കർണനെ വാഴുന്നവരൊക്കെയുണ്ട് അഭിമന്യുവിനെ കർണനും ജയദ്രഥനും കൂടി വെട്ടിക്കൊന്നു കളയുന്നു. ഇത് അധർമ്മമല്ലേ? നിരായുധനായി നിന്ന ഒരാളെ പിറകിൽ നിന്നും വെട്ടിക്കൊന്നതുകൊണ്ട് നിരായുധനായ കർണന് അങ്ങനെ തന്നെ മരിക്കേണ്ടി വന്നു. കർമ്മഫല. ഈ കർണന്റെ ചക്രം താഴേക്ക് വീണുപോ ചെളിയിൽ ആണ്ടുപോയപ്പോൾ കർണനെ നോക്കിയിട്ട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഇപ്പൊ തക്ക അവസരം കൊല്ലണം അർജുന, ഇപ്പം വെക്കണം. ഈ സമയത്ത് കർണൻ ചോദിക്കുന്നു, ഇത് ശരിയാണോ കൃഷ്ണ? അസമയത്ത് ഭഗവാൻ പറയുന്ന മറുപടി ഉണ്ട്. കൗരവ രാജസസിൽ ദ്രൗപദിയുടെ സാരി അഴിക്കുമ്പോൾ, നിസ്സഹായായ ഒരു സ്ത്രീയുടെ സാരി അഴിക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു കർണ. നീ ഒന്നും ചെയ്തില്ലല്ലോ. അന്ന് നിന്റെ ധാർമ്മിക ബോധത്തെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, ഇയാളുടെ 5 ഭർത്താക്കന്മാർ എന്ത് ചെയ്യായിരുന്നു? നകുലനും സഹദേവനും ഉഗ്രപ്രതാപശാലിയായ ഭീമനും അർജുനും യുധിഷ്ഠിനും ഉണ്ടായിരുന്നിട്ടും അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പ്രതികരിക്കാൻ പറ്റില്ല. അവർ അടിമകളായിരുന്നു. അടിമകളാക്കപ്പെട്ടവരെ പ്രതികരിക്കാൻ പാടില്ലേ? വ്യവസ്ഥിതിയെ ആർക്കും തെറ്റിക്കാൻ പാടില്ല. ലോകം നിലനിൽക്കുന്നത് ചില വ്യവസ്ഥിതികളാണ്. അതുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു SIക്ക് വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നടേശൻജി കൗൺസിലറാണ് എന്ന് കരുതി അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അടുത്ത വാർഡിൽ പ്രവർത്തനം നടത്തുമ്പോൾ പരിമിതികളുണ്ട്. വ്യവസ്ഥിതികൾ എല്ലായിടത്തും ഒരുപോലെയാണ്. എല്ലാ കാലത്തും ലോകം നിലനിൽക്കുന്നത് വ്യവസ്ഥിതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗാട്ടിൽ ഒപ്പിട്ടു അല്ലേ, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. 182 രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ വ്യാപാര കരാറാണ്. അതുകൊണ്ട് ഗാട്ടിൽ നിന്ന് നമുക്ക് പുറത്തു പോകാം. 6 മാസം മുമ്പ് നോട്ടീസ് കൊടുത്ത് പുറത്തു പോകാം. പക്ഷെ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. അതുകൊണ്ട് ഭാരതം തീരുമാനിച്ചു സ്വദേശി വൽക്കരണം നടത്തുക. നിങ്ങൾ കോൾഗേറ്റും ക്ലോസപ്പും പെപ്സോഡന്റും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ആശീർവാദിന്റെ ആട്ട കൊണ്ട് ചപ്പാത്തി ചൂടാതിരിക്കുക. നിങ്ങൾ ലൈഫോയ് സോപ്പ് തേക്കാതിരിക്കുക. നിങ്ങൾ ഹാർപിക്കിന്റെ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്കിട്ട് പണി തരികയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് അങ്ങോട്ട് പണി കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും? നമ്മൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടാന്ന് നോക്കണം. നിത്യജീവിതത്തിൽ സ്വദേശി. ഞങ്ങളുടെ ഒരു 160ഓളം ഷോപ്പുകളുണ്ട്. ഞങ്ങളുടെ 1000 ഷോപ്പുകളിലേക്ക് 2026 ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടേതായ ഒരു ഷോപ്പ് ഉണ്ടാവണം. വലിയ സൂപ്പർ മാർക്കറ്റ് ഒന്നും തുടങ്ങിയേക്കരുത്. എല്ലാം പരാജയപ്പെട്ടു പോയ 80%. ചെറിയ ചെറിയ സംരംഭങ്ങൾ. വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അജ്മിയുടെ പുട്ടുപൊടി വിട്ടുവിടുകയാണ്. അജ്മി ആരാന്നറിയണ്ടേ? നിങ്ങൾ അജ്മിയുടെ ഒരു പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ നിങ്ങൾ ഹിന്ദുവിനെ കൊല്ലുവാനുള്ള പൈസ അവന് കൊടുക്കുകയാണ്. നിങ്ങൾ സ്വർണം, പവിത്രം, പവിഴം, നല്ലെണ്ണകൾ വാങ്ങിയാൽ വിഗ്രഹാരാധന പാപമാണെന്ന് വിശ്വസിക്കുന്നവന്റെ ഭണ്ഡാരത്തെ നിങ്ങൾ നിറയ്ക്കുകയാണ്. അവിടെയാണ് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഭാരതത്തിന്റെ ഉൽപ്പന്നമായിരിക്കണം, അതൊരു സനാതന ധർമ്മി ഉണ്ടാക്കുന്നതുമായിരിക്കണം. ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വർഗീയത പറയുന്നൊന്നും കരുതരുതേ, ഇത് റിയാലിറ്റിയാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നൊരു ബോർഡുണ്ട്, ഹലാൽ ബോർഡ്. എപ്പോ വന്നതായത്?
ഒരു ബോർഡ് ഒരു ഹോട്ടലിന്റെ കയറുമ്പോൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ അവരുടെ മതം നമ്മൾ നോക്കിയിരുന്നോ? മുമ്പ് 10 കൊല്ലം മുമ്പ് വരെ ഒരു സ്ഥാപനത്തിൽ കയറുമ്പോൾ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്റെ മതം നമ്മൾ ഹിന്ദുക്കൾ നോക്കിയിരുന്നോ? നോക്കിയിട്ടില്ല. പക്ഷെ ഹലാൽ ബോർഡ് വന്നു. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ കോഴിയെ അറുത്തിട്ട് ഇവിടെ പാചകം ചെയ്യുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറയുന്നതാണ് ഹലാൽ ബോർഡ്. നമ്മൾ അവിടെ കയറിയിട്ട് കടിച്ചു വലിക്കരുത്. അത്തരം ബോർഡുകളുള്ള ഒരു സ്ഥാപനവും ഗുജറാത്തിലുണ്ടെങ്കിൽ അവിടെയൊന്നും ഒരൊറ്റ ഹിന്ദു കയറില്ല. അതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹ എന്ന് ഗുജറാത്തിൽ ചെന്ന സമയത്ത് അനുഗ്രഹ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞു അത് വേണ്ട, കാരണം അവൻ തട്ടിപ്പുകാരൻ. അവൻ അവന്റെ പേര് വെച്ചിട്ടല്ല, ഹിന്ദു ദൈവങ്ങളുടെ പേര് വെച്ചിട്ട് അവൻ ഹോട്ടലുള്ളത്. അത് വേണ്ട, ഈ ചതി പാടില്ല. ഗുരുവായൂരിൽ പോയിട്ട് നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ അത് ആരുടെയെങ്കിലും പേരിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് RC ഓണം, അതിന്റെ ഒരു ഉടമസ്ഥന്റെ പേര് അവിടെ പ്രദർശിപ്പിക്കുവാൻ ഭയക്കരുത്. നമ്മൾ ഹിന്ദുക്കൾ അങ്ങനെ മതം നോക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഈ തട്ടിപ്പ് കൂടിയപ്പോഴാണ് സ്വർണവും പവിത്രവും ഇതൊന്നും നമ്മുടേതല്ല. നമ്മള് എള്ളെണ്ണ വാങ്ങുമ്പോൾ RGയുടേത് മേടിച്ചോളാം. ഞാൻ RGയുടെ ഏജന്റ് ഒന്നുമില്ല കേട്ടോ. ഒരൊന്നാന്തരം സനാതന ധർമ്മിയുടെ എണ്ണയാണ് RG. തിരിച്ച് ഹിന്ദുവിന് എന്തു കൊടുക്കാമെന്ന് നിരന്തരം ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടേതാണ്. അതുകൊണ്ട് നമ്മൾ എള്ളെണ്ണ വാങ്ങുന്നുവെങ്കിൽ അതുപോലുള്ള കമ്പനികളെ തിരഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കുന്തിയെ കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ വഴിതെറ്റിപ്പോയതാണ്. കുന്തി ദേവി എല്ലാ വിജയവും കരസ്ഥമാക്കി യുധിഷ്ഠിരൻ രാഷ്ട്രം കൊണ്ടുവന്ന് കുന്തി ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മയെ രാഷ്ട്രമെടുക്കൂ, രാജ്യം മാതാവാകൂ. ഈ സമയത്ത് കുന്തി ദേവി പറയുന്ന ഒരു മറുപടി ഉണ്ട്, യുധിഷ്ഠിര, എന്റെ രണ്ടാമത്തെ മകൻ 100 മക്കളെ തല്ലിക്കൊന്നു കളഞ്ഞു, ഈ അമ്മയുടെ 100 മക്കളെ, ഗാന്ധാരിയുടെ. ആ അമ്മയ്ക്ക് കൺകാഴ്ച നിഷേധിച്ചു അല്ലേ? കണ്ണ് കാണായിരുന്ന സ്ത്രീ കാഴ്ചയെ നിഷേധിച്ചു. ജന്മം കൊണ്ട് കാഴ്ചയില്ലാത്ത അച്ഛനും കാഴ്ചയെ നിഷേധിച്ച അമ്മയ്ക്കും 100 ആൺമക്കളെ കിട്ടിയിട്ടും ഒരൊറ്റൊരുത്തൻ അന്ത്യേഷ്ടി കർമ്മത്തിന് തിരിച്ചു കിട്ടിയില്ല. മക്കളെ വളർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ 5 മക്കളെ എങ്ങനെ വളർത്തി കുന്തി എന്ന്. ആ കുന്തി ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും പരിചരിക്കുവാൻ വേണ്ടി കാട്ടിലേക്ക് പോയി കാട്ടുതീയിൽപ്പെട്ട് വെന്തും മരിച്ചു. പ്രിയമുള്ളവരെ, ഹിന്ദുവിലല്ലാതെ ഈ മഹാത്യാഗികളായ സ്ത്രീകളെ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ പെൺമക്കളെ 16 സ്ത്രീകളെ കുറിച്ച് പഠിപ്പിക്കണം. എന്നിട്ട് വേണം ഹൈസ്കൂളിലേക്ക് കോളേജിലേക്ക് അയക്കാൻ. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതി, ദ്രൗപദി, കണ്ണകി, ഗാർഗി, മീര, ദുർഗാവതി, ലക്ഷ്മി, അഹല്യ, ചെന്നമ്മ, രുദ്രമാമ്പ, നിവേദിത, ശാരദാദേവി, പ്രണമ്യ, മാതൃദേവത എന്ന് പറയുന്ന ഏകാത്മതാ സ്തോത്രത്തിൽ പറയുന്ന ഈ 16 സ്ത്രീ രത്നങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ലവ് ജിഹാദിലും വിട്ടുപോയില്ല. അവരൊരിക്കലും മതപരിവർത്തനത്തിന് അവരെ വിധേയമാക്കുവാൻ കഴിയില്ല. അവിടെയാണ് പാർത്ഥ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ക്ലൈബ്യം അസ്മഗമ പാർത്ഥ. ആണിനും പെണ്ണിനും ചേരാത്ത ഭാവത്തെ പ്രാപിക്കരുത് പാർത്ഥ. എന്നിട്ട് പറയുന്നു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയത്തിന്റെ ദൗർബല്യങ്ങൾ ക്ഷുദ്രമാണ്, നിന്നെ നശിപ്പിച്ചു കളയും. തെക്തോത്തിഷ്ട പരന്തപ. എഴുന്നേൽക്കൂ പരന്തപ. പരന്തപ വെച്ചാൽ ശത്രുക്കളെ പേടിപ്പിക്കുന്നത്. നിന്റെ പേര് കേട്ടാൽ തന്നെ ആളുകൾ പേടിച്ചു. അങ്ങനെയുള്ള നീ ഇങ്ങനെ കരയരുത് എന്ന് പറഞ്ഞതിന് ശേഷം അർജുനൻ ഒരുപാട് സംശയങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നു. ആ സംശയങ്ങൾക്ക് ഭഗവാൻ കൃത്യമായ മറുപടിയും കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭഗവത്ഗീത എല്ലാ ദിവസവും വായിക്കുക, പഠിക്കുക. രാമായണം വായിക്കണം, ഭാഗവതം കേൾക്കണം, ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത പഠിച്ചാൽ മനസ്സിലാവും, രാമായണം വായിച്ചാൽ മനസ്സിലാവും. ഭാഗവത സപ്താഹത്തിന് പോയാൽ മതി, ഉച്ചക്ക് മാത്രം പോയാൽ പോരാ, രാവിലെ പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാഗവത സപ്താഹത്തിന്റെ പുണ്യം നമുക്ക് കിട്ടും. ഉച്ചക്ക് പോകുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഭാഗവതം കേൾക്കണമെങ്കിൽ നിങ്ങൾ ഭാഗവത ആചാര്യം വായിക്കുന്ന സമയത്ത് പോകും. ഉച്ചക്കാണ് പൊതുവെ തിരക്ക് കാണാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ അർജുനൻ ആള് മയപ്പെട്ടു. അർജുനൻ ശിഷ്യനായി മാറി. അഹങ്കാരത്തെയൊക്കെ ഉപേക്ഷിച്ചു. ഭഗവാനെ ചോദ്യം ചെയ്യൽ ഉപേക്ഷിച്ചു. എന്നിട്ട് പറയാണ്, കാർപ്പണ്യ ദോഷോ പഹദ സ്വഭാവ
പ്രച്ഛാമിത്വാം ധർമ്മസമൂഢചേത യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാദിമാത്വാ പ്രപന്നം. ഭഗവാനെ, കാർപ്പണ്യമാകുന്ന അജ്ഞതയാകുന്ന ദോഷത്താൽ എന്റെ ബുദ്ധി മരവിച്ചു പോയിരിക്കുന്നു. എനിക്ക് ധർമ്മമേത് അധർമ്മമേതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന വഴി ഉപദേശിക്കൂ. അപ്പോഴാണ് ഭഗവാന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അങ്ങോട്ട് തുടങ്ങിയ. ഭഗവാൻ പറയുന്നു, അശോച്ചാനന്ന ശോച്ഛത്വം പ്രജ്ഞാവാദാംച ഭാഷത്തെ. ഒരു നല്ലൊരു വാക്കാ പറഞ്ഞത്. ആരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ അർജുന, നീ അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒസാമ ബിൻ ലാദന് വേണ്ടി കവിത ഉണ്ടായ നാടാ കേരളം. ഒസാമ ബിൻ ലാദനെ അറിയില്ലേ? 110 നിലയിലുള്ള കെട്ടിടത്തിന്റെ 80ാമത്തെ നിലക്ക് വിമാനം കൊണ്ടുപോയി ഇടിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ ആ ഭീകരവാദിക്ക് വേണ്ടി ലോകത്തിൽ ഒരൊറ്റ മന്ത്രിയാണ് കവിത എഴുതിയത്. പഴയ ജി സുധാകരനാണ് അല്ലേ? ഇപ്പോഴത്തെ രാമായണം വായിക്കുകയാണ്. വയസ്സുകാലാകുമ്പോൾ വായിക്കേണ്ട ഒന്നല്ല കേട്ടോ രാമായണം. നല്ല കാലത്ത് ഹിന്ദുവിനിട്ട് പരമാവധി പണി കൊടുത്ത് സന്യാസിമാരെയും തന്ത്രിമാരെയും എല്ലാം അവഹേളിച്ച് ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിച്ച് ഇപ്പോൾ അധികാരവും സ്ഥാനമാനങ്ങളും പോയപ്പോൾ രാമായണം എടുത്ത് വായിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അപ്പോൾ മാത്രം വായിക്കേണ്ട ഒന്നല്ല രാമായണം. ആ ജി സുധാകരനാണ് ഒസാമ ബിൻ ലാദന് വേണ്ടി കവിതകൾ എഴുതിയത്. ആ കവിത എങ്ങനെയാ? ലാദ ബില്ലാദ ബീരുയി ഒബാമയെന്നോർക്ക നീ. എന്തൊരു കവിത! ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒസാമ ബിൻ ലാദന് വേണ്ടി കവിത. ആരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ അർജുന, നീ അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാംച ഭാഷസേ. പണ്ഡിതന്മാർ പറയുന്നത് പോലെയുള്ള വാക്കും നീ പറയുന്നു. ഗദാസൂന ഗദാംസൂച്ച നാനു ശോചന്തി പണ്ഡിത. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. കാരണം ജാതസ്യ ധ്രുവോ മൃത്യുഹു. ജനിച്ചാൽ മരണം നിശ്ചയം. കയ്യിലിരിപ്പ് പോലെ അടുത്ത ജന്മവും നിശ്ചയം. തസ്മാത് പരിഹാരാർത്ഥേ. ഒരു പരിഹാരവും ഇതിലില്ലാത്തതിനാൽ നത്വം ശോചിതും അർഹസി. നീ എന്തിനു ദുഃഖിക്കണം? നീ എന്തിനു ദുഃഖിക്കണം അർജുന? കാരണം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. നീയും ഞാനും ഓരോ ആത്മാക്കളാണ്. ആത്മാവ് ശരീരത്തെ സ്വീകരിച്ചാൽ ജനനം, ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചാൽ മരണം. ശരീരമാണ് മരിക്കുന്നത്, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ കൊല്ലുവാൻ അസ്ത്രങ്ങൾക്ക് കഴിയില്ല, അഗ്നിക്ക് വെണ്ണീറക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി അർജുനൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദ്യം ഉത്തരം എല്ലാം കഴിഞ്ഞപ്പോൾ 11ാമത്തെ അധ്യായത്തിന്റെ പേര് വിശ്വരൂപ ദർശന യോഗം എന്നാണ്. ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഞാൻ ആരാണെന്നറിയോ മോനെ എന്ന് ചോദിച്ചു. ആ വിശ്വരൂപം കണ്ടപ്പോൾ അർജുനൻ പേടിച്ചു വിറച്ചു. ആ ഭഗവാന്റെ പല്ലുകൾക്കിടയിൽ കിടന്ന് ചമച്ചരക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അർജുനനെയും കണ്ടു, ദുര്യോധനെയും കണ്ടു. അതായത് ഈ സംസാര ചക്രത്തിൽ ജന്മമരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെ മരണത്തിന് വിധേയമാകുന്നു എന്ന് ആ വിശ്വരൂപ ദർശന യോഗത്തിലൂടെ ഭഗവാൻ പഠിപ്പിച്ചിട്ടും അർജുന്റെ സംശയം മാറിയില്ല. അങ്ങനെ 11ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത തീരുന്നത്. വീണ്ടും ഉണ്ട് 18ാമത്തെ അധ്യായത്തിയപ്പോ അർജുന്റെ സംശയം ഏറെക്കുറെ റെഡിയായി. മൂപ്പർ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. ആളെഴുന്നേറ്റുന്നു. പതുക്കെ ഗാന്ധീവം കയ്യിലെടുത്തു. കരഞ്ഞു തളർന്ന് ഗാന്ധീവം താഴെ വെച്ച അർജുനൻ ഗാന്ധീവം താഴെയെടുത്ത് യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് ഹിന്ദുവിന്റെ മഹാഭാഗ്യം. ലോകത്തിൽ ഖുറാനും ബൈബിളിലും ഒരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ശ്ലോകം. മോക്ഷസന്യാസ യോഗത്തിലെ 63ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമർശതൈദശേഷേണ യഥേശ്ചസി തഥാ കുരു. അല്ലയോ അർജുന, നീ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിഴുങ്ങരുത്. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കണം. ശരിയെ സ്വീകരിച്ച് തെറ്റിനെ തള്ളിക്കളയുവാൻ കഴിയുന്നു എന്ന് പറയുവാൻ ബൈബിളിലും ഖുറാനും ധൈര്യമുണ്ടോ? അങ്ങനെ ധൈര്യമുള്ള ഒരൊറ്റ ഗ്രന്ഥമേ ഈ ആകാശത്തിന് കീഴുള്ളൂ. അതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് വായിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നവരാണ് ഹിന്ദു. ഗ്രന്ഥങ്ങളെ കുറിച്ച് ഹിന്ദുക്കൾ എന്താ പറഞ്ഞത്? ഇപ്പൊ ഇസ്ലാമിന് ഖുറാൻ, ക്രിസ്ത്യാനിക്ക് ബൈബിൾ. ഈ ഖുറാനെ ഞാൻ ചോദ്യം ചെയ്താൽ സൗദി അറേബ്യയിൽ അപ്പ തലോടികൾ. ഇവിടെയോ
അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടൊപ്പം മനുഷ്യന്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ് ഗ്രന്ഥങ്ങൾ. ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങൾ അപ്രസക്തങ്ങളാണ്. പിന്നെ പുസ്തകം കെട്ടിപ്പിടിച്ച് കിടക്കരുത്. പുസ്തകത്തിൽ നിന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തെ നിങ്ങൾ സ്വായത്തമാക്കിയാൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ അപ്രസക്തങ്ങളാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ക്ലാസ്സിലെ പാഠപുസ്തകം വീട്ടിലുണ്ടോ? ഇപ്പോ തറ പറ എന്ന് പറഞ്ഞു ഇല്ല. തറയും പറയും പഠിച്ചു അല്ലേ? ആദ്യം പഠിപ്പിക്കുക തറ എന്നാണ്. തറയും പറയും പഠിച്ച് ആ കുട്ടി മഞ്ചാടിക്കുരു ഉപയോഗിച്ച് ഒന്നും രണ്ടെന്ന് പഠിച്ച് MSc മാത്തമാറ്റിക്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മഞ്ചാടിക്കുരു കാണിച്ചിട്ടാണ് അധ്യാപനം പഠിപ്പിക്കുക ഒന്നും രണ്ടെന്ന്. ഗണിതശാസ്ത്രത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കും. ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഉപകരണങ്ങളാണ്. ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങൾ അപ്രസക്തങ്ങളാണ്. അതുകൊണ്ട് രാമായണത്തെ വിമർശിച്ച ഒരുത്തന്റെയും തല നമ്മൾ വിട്ടു. രാമനെ വിമർശിച്ച അലക്കുകാരനെ കുറിച്ച് ലക്ഷ്മണൻ പറയുന്നു, ജ്യേഷ്ഠ അവന്റെ നാവ് ഞാനെരിക്കും. രാമൻ പറയുകയാണ്, വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ? രാമനെ ആരാധിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും അധികാരവും അവകാശവും ഈ രാമരാജ്യത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞത് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര മഹാദേവനാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? അതുകൊണ്ടാണ് ഒരു ഹിന്ദു ആരായിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറയുന്നുണ്ട്, യുക്തിയുക്തം പാതേയം വചനം ബാലകാതപി. യുക്തിയുക്തമായത് പിഞ്ചു കുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കുന്നത്, അന്യത് യുക്തിരഹിതമായത്, തൃണമിവത്യാജ്യം പുല്ല് പോലെ വലിച്ചെറിയുന്നവൻ. തൃണം പുല്ലേ. അപ്യുക്തം പത്മജന്മന. സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് ഗെറ്റ് ഔട്ട് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു. ഖുറാനും ബൈബിളും നിങ്ങൾ ആവർത്തിച്ച് വായിച്ചോളൂ. മലയാള ഭാഷയിലുള്ള ഖുറാനും ബൈബിളും എന്റെ കയ്യിലുണ്ട്. ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ എന്ന് നിരന്തരം പറയുമ്പോൾ ഹിന്ദു പറയുന്നു ചോദ്യം ചെയ്തു മാത്രം വിശ്വസിക്കുക എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഹിന്ദുക്കൾ മഹാഭാഗ്യവാന്മാർ, മഹാഭാഗ്യവതികൾ. ഏറ്റവും ഭാഗ്യവതികളായ സ്ത്രീകൾ ആകാശത്തിന് കീഴാര ദാ ഇരിക്കുന്ന ഹിന്ദു സ്ത്രീകൾ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് രാഷ്ട്രപതിയാകാം, നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാം, നിങ്ങൾക്ക് രാജ്യരക്ഷാ ഉപമന്ത്രിയാകാം. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി പദവിയിലേക്ക് പോകുമ്പോൾ ഗുജറാത്ത് ഏൽപ്പിച്ചത് ആനന്ദിബെൻ പട്ടേൽ എന്ന സ്ത്രീയുടെ കയ്യിലാണ്. അന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ഉമാ ഭാരതി. പെണ്ണായി പോയി എന്നത് ഭാരതത്തിൽ ഒന്നിന്റെയും തടസ്സമല്ല. പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ MLA ആയിട്ടുണ്ടോ, MP ആയിട്ടുണ്ടോ? മന്ത്രി ആയിട്ടേ ഇല്ല. ഈ കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. മനോരമയിലും മാതൃഭൂമിയിലും വെണ്ടക്ക അക്ഷരത്തിൽ ന്യൂസ് സ്ത്രീ മത്സരിക്കുന്നു. ഇപ്പൊ സ്ത്രീ മത്സരിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ സ്ത്രീ മത്സരിച്ചത് മുസ്ലിം ലീഗിലാണ് എന്നത് വാർത്തയാകുമ്പോൾ ഇവിടെ ആണിനും പെണ്ണിനും ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ ഒരു കുഴപ്പമില്ല. ഞാൻ ഇസ്ലാമിക പ്രബോധകനായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ എനിക്ക് എന്റെ അമ്മ സഹോദരിമാരെ കാണാൻ പറ്റില്ല. ഇവിടെ ഒരു സാരി കെട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റില്ല. അഖില ആയിരുന്ന സമയത്ത് അവൾ കൊടുത്ത വസ്ത്രവും ഹാദിയായപ്പോൾ കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ഞാൻ എല്ലായിടത്തും പറഞ്ഞ് ബോറടിപ്പിച്ച ഒരു രംഗമുണ്ട്. നല്ലൊരു അനുഭവമാണ്. ഞങ്ങള് കോട്ടയത്തേക്ക് പോവുകയാണ്. താനൂരിലെത്തിയപ്പോ 3 പെൺകുട്ടികൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരുന്നു. 2 ഹിന്ദു പെൺകുട്ടികളും ഒരു മുസ്ലിം പെൺകുട്ടിയും. മുസ്ലിം പെൺകുട്ടി അവളുടെ തട്ടം ഇങ്ങനെ വലിച്ചു താഴ്ത്തുന്നുണ്ട്. അവളുടെ മുടി നമ്മൾ കാണാതിരിക്കാൻ. നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, നമ്മൾ അതിൽ കയറി ചൊറിയാൻ നിൽക്കരുത്. കാരണം അവളുടെ വിശ്വാസമാണ്. നമ്മൾ എതിർക്കുന്നത് മുഖം മറച്ചതിനെയാണ്. മുഖം മറച്ചാൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവില്ല. കാശ്മീരിൽ ഭീകരന്മാർ വരുന്നത് ഈ കറുത്ത പർദ്ദയിട്ട് മുഖം മറച്ചിട്ടാണ്. ഇവര് പട്ടാളക്കാരെടുത്തെത്തുമ്പോൾ എടുത്ത് വെടിവെക്കും. പട്ടാളക്കാരൻ അറിയില്ല ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും സ്ത്രീകൾ ഏതാണെന്ന് അറിയില്ല. ഈ മുഖമാണല്ലോ മനുഷ്യന്റെ ഐഡന്റിറ്റി. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പൊ ഈ മുസ്ലിം പെൺകുട്ടി തട്ടം ഇങ്ങനെ വലിച്ചു താഴ്ത്തുന്നുണ്ട്. എന്നെ തൊട്ടടുത്ത് ഇരിക്കുന്നു ഹിന്ദു പെൺകുട്ടി. പാന്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. മൊത്തം കയറി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കരുതും ഇതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. നല്ല കേട്ടോ, ഇത് 4000-5000 ഉറുപ്പ്യ ഉണ്ട് പാന്റ്.
ഫോക്കസ് മാൾ പോയപ്പോ കണ്ടിരുന്നു, മൊത്തം കീറുന്ന. പണ്ടൊക്കെ നമ്മൾ കീറിയ പാന്റ് തുന്നിയിട്ടിടുമായിരുന്നു, ഇപ്പൊ പുതിയ പാന്റ് മേടിച്ചിട്ട് കീറിയിട്ടാണ്. അതിലും കയറി ചൊറിയരുത്. നിങ്ങൾക്ക് സെറ്റ് സാരി ഉടുക്കാനും നിങ്ങൾക്ക് ചുരിദാർ ഉടുക്കാനും കഴിയുന്നത് പോലെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെ സ്വാതന്ത്ര്യം നിലവിൽ രാജ്യത്തുണ്ട്. പക്ഷെ ഈ പാന്റ് ഇട്ടൊരു ചോദ്യമുണ്ട്, ഹിന്ദു ആയതിൽ അഭിമാനിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ പൊന്നു മോളെ, നീ ഹിന്ദു ആയതുകൊണ്ടാണ് ഈ പാന്റ് ഇടാൻ പറ്റിയത്. ഈ തിരിച്ചറിവ് നമ്മുടെ പെൺമക്കൾക്കുണ്ടാവും. പണ്ട് ഒരു തോണി പുഴയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോണിയിൽ നിറയെ യാത്രക്കാരുണ്ട്. കൂട്ടത്തിലൊരു പന്നിയുണ്ട്. പന്നി ഇടത്തോട്ട് ചാടിയപ്പോൾ തോണി ഇടത്തോട്ട് ചരിയാൻ പോയി. പന്നി പിന്നെ വലത്തോട്ട് ചാടി, തോണി വലത്തോട്ട് മറിയാൻ പോയപ്പോ നാട്ടുകാര് പന്നിയുടെ മുതലാളിയോട്, ഉടമസ്ഥനോട് പറഞ്ഞു, കേട്ടോ തന്റെ പന്നി കാരണം നമ്മളെല്ലാം വെള്ളത്തിൽ വീഴും, താനൊന്ന് പറയും. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ പന്നി അനുസരിക്കില്ല. അപ്പൊ കൂട്ടത്തിലൊരു പണ്ഡിതനുണ്ടായിരുന്നു, നമുക്ക് ഈ പ്രശ്നം ഇപ്പൊ തീർക്കാം, നിങ്ങളെല്ലാവരും പന്നിയെ പിടിക്കൂ, പൊക്കൂ, വലിച്ചെറിയൂ നദിയിലേക്ക് എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി പന്നിയെ പൊക്കിയിട്ട് എവിടെ എറിഞ്ഞു? നദിയിൽ എറിഞ്ഞു. പന്നി കുറേ സമയം തോണിയുടെ പിന്നാലെ ഒരു 10 മിനിറ്റോളം നീന്തി. അതിനുശേഷം ഈ പന്നി എടുത്തിട്ട് തോണിയിലിട്ടു. പിന്നെ ഒരു കുഴപ്പമില്ല. പന്നി ശ്വാസം കഴിക്കുകയല്ലാതെ ഒരു ബഹളം ഉണ്ടാകുന്നില്ല. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, അല്ലയോ പണ്ഡിത, എന്താണ് സംഭവിച്ചത്? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഈ വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് പന്നിക്ക് അറിയില്ലായിരുന്നു വെള്ളത്തിൽ വീണാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ പന്നിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനിയും കളിച്ചാൽ ഞാൻ വീണ്ടും എവിടത്തേക്ക് എറിയപ്പെടും? വെള്ളത്തിലേക്ക് എറിയപ്പെടും. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് നമ്മുടെ നാടിനെ ഇൻസൾട്ട് ചെയ്യുന്ന, നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവരിൽ 10 പേരെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പിടിച്ച് താലിബാനിൽ കൊണ്ടുപോയിട്ടിടുക, 10 സൈന്യം കൊണ്ടിടുക. നല്ല കുട്ടികളായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ രാമായണമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരു കാലത്തുണ്ടായിരുന്നു. ഹിന്ദുക്കൾ അതിനെല്ലാം അതിജീവിച്ചു. പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ഇന്നൊരു ശബരിമല, ഒരു വൈക്കം, ഒരു കാടാമ്പുഴ, ഒരു ഗുരുവായൂരാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്ത് അങ്ങോട്ടെത്തി കഴിഞ്ഞാൽ അവിടെ ആലുവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആലുവയിൽ ഒരു തന്ത്രവിദ്യാപീഠമുണ്ട്. പുലയനും പറയനും ഈഴവനും ആദിവാസിക്കും അമ്പലത്തിൽ ശാന്തിക്കാരനാകുവാൻ വേണ്ടി മാധവജി സ്ഥാപിച്ച, എല്ലാ സമുദായത്തിൽപ്പെട്ടവനും ശാന്തിക്കാരനാകുവാൻ വരെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഭാരതവും കേരളവും മാറിയെങ്കിൽ ഈ നാടിന് ലോകത്തോട് പറയുവാനുള്ളത് വസുദൈവ കുടുംബകം എന്നാണ്. മനുഷ്യനെ കാഫിറുകളെന്നും മനുഷ്യനെ പാപികളെന്നും വിളിക്കാതെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. നമ്മൾ ഹിന്ദുക്കൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയും. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിൽ വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിത് കൊടുത്തത് നമ്മളാണ്. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിത് കൊടുത്തത് നമ്മളാണ്. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തത് ഹിന്ദുക്കളാണ്. 60 വർഷമായിട്ട് ഹിന്ദുവിന് പണി തന്നുകൊണ്ടേയിരിക്കുന്ന കമ്മ്യൂണിസത്തെ 21 സ്വീകരിച്ചതും നമ്മൾ ഹിന്ദുക്കളാണ്. EMSനെ മുഖ്യമന്ത്രിയാക്കിയതും നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്. അതിന് ഹിന്ദുക്കൾക്ക് ഒരു ആപ്തവാക്യമുണ്ട്, ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മടത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുമെന്ന് പറഞ്ഞ ആ ദർശനം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഓം ദ്യൗ ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥിവിശാന്തി, ശാന്തി ദേവ ശാന്തി, ശാന്തി നൽകുന്ന ഒരു ദേവി ആകാശത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേവിക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ പവിത്രമായ എന്റെ സനാതന ധർമ്മം യുഗയുഗങ്ങളായി സഞ്ചരിച്ച് സത്യയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് ഈ കലിയുഗം 5127 വർഷത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗത്തിന് ശേഷം 5127 വർഷത്തിൽ നാം ഈ 2025 ജീവിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് കരിന്തിരി കത്താതെ
തെളിമ മങ്ങാതെ ഈ ദീപജ്വാലയെ ഏൽപ്പിക്കുവാൻ കാലമേൽപ്പിച്ച നിയോഗം എന്നിലും നിങ്ങളിലും നമ്മളിലുമാണ്. നമ്മുടെ രാഷ്ട്രം ഇന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ 5ാമത് സാമ്പത്തിക ശക്തിയാണ് ഭാരതം. 2047 ആകുമ്പോൾ ഈ ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് എന്റെ ഭാരതത്തെ മാറ്റുമെന്ന് സത്യപ്രതിജ്ഞ എടുത്തൊരു സ്വയം സേവകൻ നാട് ഭരിക്കുന്ന കാലത്ത് നമ്മളെല്ലാം ശ്രേയസിനെയും പ്രേയസിനെയും ഉണർത്തി ഉയർത്തി ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതം പോകുമ്പോൾ ഞങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ശാഖയിൽ പാടിയ ഒരു പാട്ടുണ്ട്. കൂരിരുൾ നീങ്ങും പ്രഭാതമാകും, വീണ്ടും ഭാരതമൊന്നാകും, അഖണ്ഡ ഭാരത മാതാ കീ ജയ, ഘോഷം പൊങ്ങും പുനരെങ്ങും. മാനസ കോടികളൊന്നായി ചേർന്നാൽ മാമല പോലും മലരല്ലേ, ദേശപ്രേമം ജ്വലിച്ചുയർന്നാൽ വാരിധി പോലും വരളില്ലേ. ദേശത്തെക്കുറിച്ചുള്ള പ്രേമം, നിസ്വാർത്ഥമായ രാഷ്ട്രത്തോടുള്ള ഭക്തി, അത് അനുദിനം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകേണ്ടതല്ല ദേശപ്രേമെന്നും, ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടാകേണ്ട വികാരമല്ല രാജ്യശ്രേയമെന്നും തിരിച്ചറിയുക. നിരന്തരം നിതാന്തമായി ജ്വലിക്കുന്ന ദീപജ്വാലയായി നമ്മുടെ ഹൃദയങ്ങളിൽ ഭാരതമാതാവും സനാതന ധർമ്മത്തെയും കാത്തുരക്ഷിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യത്തിൽ ഈ കൂടിയിരിക്കുന്നവരൊക്കെ മഹാഭാഗ്യവന്മാരാണ്.